നമസ്കാരം എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഡോക്ടറോട് ചോദിക്കാൻ തത്സമയ ഫോണിംഗ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയുടെ വിഷയം കുട്ടികളെ എപ്പോഴാണ് പീഡിയാട്രിക് സർജനെ കാണിക്കേണ്ടത്, ഇതാണ് വിഷയം. അപ്പോൾ ഈ വിഷയത്തിൽ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകാനായി നമ്മളോടൊപ്പം ഉള്ളത് ട്രാവൻകൂർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് പീഡിയാട്രിക് സർജൻ ആൻഡ് പീഡിയാട്രിക് യൂറോളജി നെല്ലൈ കൃഷ്ണ എസ് ആണ്. സ്വാഗതം ഡോക്ടർ. നമസ്കാരം. നമസ്കാരം. അപ്പോൾ ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് വിളിക്കുന്ന നമ്പർ 0474293111 0474293111. കുട്ടികളുമായി ബന്ധപ്പെട്ടുള്ള സംശയങ്ങൾക്ക് ശ്രോതാക്കൾക്ക് വിളിക്കാവുന്നതാണ്. അപ്പോൾ ഡോക്ടർ, നമ്മൾ എന്താണ് ഈ ഒരു പീഡിയാട്രിക് സർജറി എന്നുള്ളത് ഒന്ന് പറയാമോ? പീഡിയാട്രിക് സർജറി എന്ന് പറഞ്ഞത് നവജാത ശിശു മുതൽ 18 വയസ്സ് വരെയുള്ള കുട്ടികളുടെ ശസ്ത്രക്രിയകൾ ചെയ്യുന്ന ഒരു വിഭാഗമാണ്. അപ്പോൾ ഇതിൽ ഹൃദയവും തലച്ചോറും അസ്ഥി റിലേറ്റഡ് ആയിട്ടുള്ള രോഗങ്ങൾ ഒഴികെയുള്ള മറ്റു രോഗങ്ങളുടെ ശസ്ത്രക്രിയകളാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ പീഡിയാട്രിക് സർജറിയിൽ ഒരുപാട് ഇങ്ങനെ കമ്പണൻസ് ഉണ്ട്. അപ്പോൾ പീഡിയാട്രിക് ഗ്യാസ്ട്രോ സർജറി ഉണ്ട്, എന്നുവെച്ചാൽ ഈ വയറിൻ്റെയും ഉദര രോഗങ്ങളുടെയൊക്കെ ശസ്ത്രക്രിയകൾ ചെയ്യുന്ന ഒരു വിഭാഗമാണ് പീഡിയാട്രിക് ഗ്യാസ്ട്രോ സർജറി. പിന്നെ പീഡിയാട്രിക് തൊറാസിക് സർജറി, ഇപ്പോൾ നെഞ്ചിൽ എന്തെങ്കിലും ഹൃദയം ഒഴികെയുള്ള മറ്റ് അവയവങ്ങളുടെ ആന്തരിക അവയവങ്ങളുടെ എന്തെങ്കിലും ശസ്ത്രക്രിയകൾ ആവശ്യമാണെങ്കിൽ പീഡിയാട്രിക് ചെസ്റ്റ് സർജറി. പിന്നെ പീഡിയാട്രിക് യൂറോളജി എന്ന് വെച്ചാൽ ഈ മൂത്ര വൃക്കകളിലോ അല്ലെങ്കിൽ മൂത്രസഞ്ചിയിലോ അങ്ങനത്തെ എന്തെങ്കിലും അവിടെ എന്തെങ്കിലും അസുഖങ്ങളോ രോഗങ്ങളോ ഉള്ളപ്പം അതിനെ സർജറി ചെയ്യുമ്പോൾ പീഡിയാട്രിക് യൂറോളജി. പിന്നെയുണ്ട് ഈ ഇപ്പം നവജാത ശിശുവിൽ തന്നെ സർജറി ചെയ്യുകയാണെങ്കിൽ നിയോനെറ്റൽ സർജറി എന്ന് പറയും. പിന്നെ അതുപോലെ ക്യാൻസർ പേഷ്യൻസിലൊക്കെ ചെയ്യുമ്പോൾ പീഡിയാട്രിക് ഓൺകോ സർജറി. പിന്നെ നമ്മൾ അതുപോലെ എല്ലാ സർജറി തന്നെ ചില സർജറി നമ്മൾ ഈ മിനിമൽ ഇൻവേസീവ്, അതായത് കീ ഹോൾ താക്കോൽ ദ്വാര ശസ്ത്രക്രിയകളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ വരുന്നുണ്ട്. കൂടാതെ തന്നെ കുട്ടികളിൽ എന്തെങ്കിലും ട്രോമ എന്ന് വെച്ചാൽ എന്തെങ്കിലും ആക്സിഡൻറ്റ് സംഭവിച്ച എന്തെങ്കിലും അകത്ത് ആന്തരിക എന്തെങ്കിലും ഇഞ്ചുറിയൊക്കെ ഉണ്ടെങ്കിൽ അത് നമ്മൾ പീഡിയാട്രിക് സർജറിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം ഉൾക്കൊള്ളുന്നതാണ് പീഡിയാട്രിക് സർജറി. ശരിക്കും കുട്ടികളുടെ കാര്യമാണ്, പക്ഷേ ഇത്രയും കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്കല്ലേ വലിയ വലിയ അസുഖങ്ങളായി തോന്നുന്നുണ്ട്. അതെ അതെ. പക്ഷേ ഓക്കെ, നമുക്കൊരു കോൾ എത്തിയിട്ടുണ്ട്. നമുക്ക് കോളിന് ശേഷം കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കാം. ഹലോ. ഹലോ, നമസ്കാരം. നമസ്കാരം. ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. പറഞ്ഞോളൂ. ഹലോ. കുഴപ്പമൊന്നുമില്ല, 9 വയസ്സാകുന്നു. എങ്കിലും എവിടെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു പാഴ്ചകൾ ഉണ്ടോ എന്ന് എനിക്ക് കുഞ്ഞിന്റെ ബുദ്ധിപരമായിട്ടുള്ള കാര്യമാണ് ചോദിക്കുന്നത്. പറഞ്ഞോളൂ, എന്താണ് കുട്ടിക്ക് പ്രശ്നം? അല്ല, ഞാൻ പറഞ്ഞ അയാൾക്ക് മറ്റു കുഴപ്പങ്ങളൊന്നുമില്ല, എങ്കിലും എവിടെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് എനിക്കൊരു സംശയം. അച്ഛൻ ചോദിക്കുന്നത് 9 വയസ്സിൻ്റെതായിട്ടുള്ള കുട്ടിക്ക് മാനസിക വളർച്ച ഉണ്ടോന്നാണോ? അതാണ് എന്റെ ബുദ്ധി അവിടെയാണ്. അയാള് മറ്റു കുഴപ്പങ്ങളൊന്നുമില്ല, എങ്കിലും നമ്മൾ ഈ ഡോക്ടർ ചോദിക്കാൻ പറഞ്ഞപ്പോൾ നമ്മൾ ഇനി അയാളോട് സഹായിച്ച് പോകേണ്ടത് എന്നുള്ളൊരു ചോദ്യമാണ് എന്റെ ചോദ്യം. ഈ കുട്ടി സ്കൂളിൽ പോകുന്നുണ്ടോ? ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? പോകുന്നതിനും വരുന്നതിനും ഒന്നും കുഴപ്പമില്ല, അല്ല ആളാണ്, കുഴപ്പമൊന്നുമില്ല. അപ്പൊ എല്ലാവരും ആയിട്ട് അങ്ങനെയാണ്. എങ്കിലും എന്റെ ഒരു ജസ്റ്റ് ചോദ്യമാണ് ഡോക്ടറെ, ഇനി നമ്മള് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നൊരു ചോദ്യമാണ് എനിക്കുള്ളത്. അല്ല, നിങ്ങൾ എന്തിനാ കുട്ടിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് എന്തിനാ സംശയിക്കുന്നത്? എന്തെങ്കിലും പ്രശ്നമുണ്ടോ കുട്ടിക്ക്? അല്ലെ ഇപ്പൊ സ്കൂളിൽ നല്ലപോലെ പോകുന്നുണ്ട്, അപ്പൊ പിന്നെ ഒരു കുഴപ്പമില്ല. എന്തിനാ? അല്ല, രാജീവ് ധർമ്മരാജനാണ് നോക്കുന്നത്. 1 മാസം 2 മാസം കണ്ടു ചേരും, വിളിച്ചു ചോദിക്കും എന്താ ആര്യ ഇങ്ങോട്ടൊന്നും വരാത്തേന്ന്. ഇങ്ങനെ രാജീവ് ധർമ്മരാജൻ ഡോക്ടറാണ് നോക്കുന്നത്. എന്നാലും ഞാൻ ഇനിയിപ്പം ഡോക്ടറോട് ചോദിക്കാം എന്ന് ചോദിച്ച ആ പകുതിയിൽ ഞാൻ ചോദിച്ചെന്നുള്ളതേ ഉള്ളൂ. എന്തെങ്കിലും തെറ്റുവാദം എന്റെ ഭാഗത്തുനിന്നുണ്ടെങ്കിൽ അച്ഛനത് ചോദിക്കാനായി എന്തെങ്കിലും കാരണമുണ്ടോ എന്നാണ് ഡോക്ടർ ചോദിക്കുന്നത്. എന്തോ അങ്ങനെ ഒരു സംശയം ചോദിക്കാനായി എന്തെങ്കിലും കാരണമുണ്ടോ എന്നാണ് ഡോക്ടർ ചോദിക്കുന്നത്. ഇല്ല, എങ്കിലും എന്താ അറിയാമോ, എങ്കിലും ഞാനൊന്ന് ചോദിച്ചെന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, സന്തോഷം. തീർച്ചയായും നമുക്ക് കുട്ടികളുടെ ആ ഒരു സർജറിയിലേക്ക് തന്നെ വരാം. അപ്പോൾ ഈ കുട്ടികളിലെ നമ്മൾ ഈ ഉദര രോഗങ്ങളായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഉദര രോഗങ്ങളുടെ ഒരുപാട് ലക്ഷണങ്ങളുണ്ട്. ചില കുട്ടികൾ വയറുവേദന ആയിരിക്കാം, പിന്നെ ഛർദ്ദിക്കുമ്പോൾ അതിനകത്ത് പിത്തരസം കളന്നു വരുന്ന ഒരു ഛർദ്ദിക്കലായിരിക്കാം, പിന്നെ മലം പോകുന്ന എന്തെങ്കിലും ബുദ്ധിമുട്ടായിരിക്കാം, മലബന്ധം അങ്ങനെ എന്തെങ്കിലും ആവാം. പിന്നെ ഈ മലം പോകുമ്പോൾ അതിനകത്ത് രക്തത്തിൻ്റെ അംശം കാണാൻ ചാൻസ് ഉണ്ട്. പിന്നെ വയറിന് തന്നെ നീർവീക്കം വന്നിട്ട് വയറിങ്ങനെ അബ്ഡോമിനൽ ഡിസ്റ്റൻഷൻ എന്ന് പറയും, വയർ കൂടി ഇങ്ങനെ വരുന്നത്. അപ്പോൾ ഇതൊക്കെ പിന്നെ വയറുവേദനയോടൊപ്പം തന്നെ ചിലപ്പോൾ ഈ അനുബന്ധമൊക്കെ ഉണ്ടെങ്കിൽ ഈ പനിയൊക്കെ കൂടി വരും, ഇൻഫെക്ഷൻ
ഉള്ളപ്പം. അപ്പോൾ ഇതൊക്കെ ഉള്ളപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് കുട്ടികൾക്ക്. കാരണം ഇതൊക്കെ ഉള്ളപ്പോൾ നമ്മൾ എപ്പോഴും അടുത്തൊരു ഡോക്ടറിനായിട്ട് കാണിച്ച് ഇങ്ങനത്തെ കുട്ടികൾക്ക് ഇപ്പോൾ ഈ പിത്തരസം നിറഞ്ഞൊരു ഈ ഛർദ്ദിക്കൽ എന്ന് പറഞ്ഞില്ലേ, അപ്പോൾ അങ്ങനത്തെ വരുമ്പോൾ അതിനകത്ത് എന്തെങ്കിലും കുടൽ എന്തെങ്കിലും തടസ്സം വരുമ്പോഴാണ് ഈ പിത്തരസം നിറഞ്ഞൊരു ഛർദ്ദിക്കലേക്ക് വരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കുട്ടികളുടെ ഈ ഉദര രോഗങ്ങളായിട്ട് നോക്കത്തില്ല. ഓക്കെ, അപ്പോൾ ഈ പിത്തരസം എന്ന് പറഞ്ഞു കുട്ടികളിൽ സാധാരണ എന്തുകൊണ്ടാവാം ഇത്തരം പ്രശ്നങ്ങൾ കൂടുതലായി വരുന്നത്? അപ്പോൾ ഈ പിത്തരസം എന്ന് പറയുന്നത് നമ്മൾ ഈ കരലിൽ ഉൽപ്പാദിപ്പിട്ടിട്ട് പിന്നെ കുടലിലോട്ട് പോകുന്നവർ, അതാണ് പിത്തം എന്ന് പറയുന്നത്. അപ്പോൾ ആ കുടലിൽ എവിടെയെങ്കിലും തടസ്സം ഉണ്ടെങ്കിൽ താഴെ പോകാതെ തിരിച്ചും വായിക്കൂടെ നമ്മൾ ഛർദ്ദിക്കുമ്പോൾ അത് വരുന്നതാണ് പിത്തരസം. അപ്പോൾ അത് സൂചിക്കുന്നത് എന്തെങ്കിലും അവിടെ കുടലിൽ എന്തെങ്കിലും തടസ്സമുണ്ട് എന്നാണ് അത് സൂചിപ്പിക്കുന്നത്. പിന്നെ നമ്മൾ വേറെ എന്തെങ്കിലും കുറച്ച് നമ്മൾ ടെസ്റ്റ് എടുത്തിട്ട് അതിന് പിന്നെ എന്തെങ്കിലും ഒബ്സ്ട്രക്ഷൻ ഉണ്ടോ എന്ന് നോക്കിയിട്ട് ചില കുട്ടികൾക്ക് അതിൻ്റെ സർജറിയുടെ ആവശ്യം വരാം. ചില കുട്ടികളിൽ നമ്മൾ സർജറി ഇല്ലാതെ തന്നെ മാനേജ് ചെയ്യാൻ പറ്റും. അതിനെന്താണ് കാരണം ഇതൊരു ലക്ഷണമാണ്. ഇപ്പോൾ ഇത് എന്തുകൊണ്ട് ഉണ്ടാകുന്ന ആ കാരണം കണ്ടുപിടിച്ചിട്ട് വേണം അതിൻ്റെ ഉള്ള ട്രീറ്റ്മെൻറ്റ് അങ്ങോട്ട്. നമുക്കൊരു കോൾ കൂടിയുണ്ട്, കോളിലേക്ക് പോകാം. ഹലോ ഹലോ ഹലോ, നമസ്കാരം, പരിപാടിയിലേക്ക് സ്വാഗതം. ഹലോ. ഡോക്ടറോട് സംസാരിച്ചോളൂ കേട്ടോ. ഓക്കെ ഓക്കെ, പറഞ്ഞോളൂ, കാര്യം പറഞ്ഞോളൂ. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ സർ. നമസ്കാരം, പറഞ്ഞോളൂ. സർ, എൻ്റെ പേര് ഷഹന എന്നാണ്. ഞാനിവിടെ പള്ളിമുക്കിൽ നിന്നാണ് വിളിക്കുന്നത് സർ. പറഞ്ഞോളൂ. സർ, ഞാനൊരു 8 months പ്രഗ്നന്റ് ആണ്. അപ്പൊ ഇപ്പൊ ഒരു സ്കാൻ എടുത്തപ്പോഴത്തേനും കുഞ്ഞിന്റെ ഒരു കിഡ്നിക്ക് ചെറിയൊരു തടിപ്പ് പോലെ പറയുന്നുണ്ട്. അപ്പൊ അതിന് എന്തെങ്കിലും പ്രശ്നം ആഫ്റ്റർ ഡെലിവറിയോ അല്ലെങ്കിൽ ഡെലിവറിക്ക് കണ്ടിന്യൂ ചെയ്യുന്നതുകൊണ്ട് എന്തെങ്കിലും കോംപ്ലിക്കേഷൻസോ പ്രശ്നങ്ങളോ ഉണ്ടോ സർ? അപ്പോൾ ഇങ്ങനെ 8 മാസമാണോ പ്രഗ്നന്റ് എന്ന് പറഞ്ഞാൽ? 8 months. ഓക്കെ. അതിന് എന്തെങ്കിലും സ്കാനിൽ അതിനെന്തെങ്കിലും ഈ മെഷർമെന്റ്സ് അതിന്റെ അളവ് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നോ? മൈൽഡ് അല്ലേ? ശരി. അപ്പോൾ കുട്ടികളിൽ ഈ വൃക്കകളിൽ ഇങ്ങനെ നീർവീക്കം വരുമ്പോൾ അതിനെ പറയുന്നതാണ് ഹൈഡ്രോനെഫ്രോസിസ്. പക്ഷെ അത് ഹൈഡ്രോനെഫ്രോസിസ് എന്ന് പറയുമ്പോൾ അത് എപ്പോഴും ഇങ്ങനെ അത് രോഗത്തിൻ്റെ ഒരു ലക്ഷണമാണെന്ന് ആവണമെന്നില്ല. 90% കുട്ടികളിലും ആ കുട്ടികൾ ജനിക്കുമ്പം തന്നെ അതങ്ങ് മാറും, അല്ലെങ്കിൽ അതൊരു പ്രശ്നമില്ലാത്ത ഒരു രീതിയിൽ വരും. ഇനിയിപ്പോൾ 2 വൃക്കകളിലും ഇതേപോലെ ഇങ്ങനെ വീക്കമുണ്ട്, അല്ലെങ്കിൽ ഈ ഗർഭപാത്രത്തിനുള്ളിൽ ഈ വെള്ളത്തിൻ്റെ അംശം കുറഞ്ഞാലാണ് അത് പ്രശ്നം ഉണ്ടാക്കുന്നത്. അപ്പം അങ്ങനെ പക്ഷേ എന്തായാലും നമ്മൾ ഇപ്പോൾ കുട്ടികൾ എന്തായാലും ഈ ഇങ്ങനെ വൃക്കകളിൽ ഇങ്ങനെ ഹൈഡ്രോനെഫ്രോസിസ് ഉണ്ടെന്ന് അറിഞ്ഞ സ്ഥിതിക്ക് അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ നമ്മൾ കുട്ടിക്ക് ജനിച്ചതിന് ശേഷം കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഒരു അൾട്രാസൗണ്ട് കൂടി എടുത്ത് നോക്കണം. അപ്പോൾ അതിനകത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇല്ലയോ നോക്കിയിട്ട് വേണം അതിൻ്റെ പിന്നെയാണ് അതിൻ്റെ ഉള്ള ട്രീറ്റ്മെൻറ്റ്. പക്ഷേ 90% കുട്ടികൾക്കും മാറും. ഇല്ലല്ല, അത് ഇപ്പം ആദ്യം നമ്മൾ അൾട്രാസൗണ്ട് ചെയ്ത് കുട്ടി ജനിച്ച് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും നോക്കാം അതിന് അളവ് എത്രയാണ് എന്ന് നോക്കിയിട്ട്. ഇപ്പോൾ 10 മില്ലിമീറ്ററിന് കൂടുതൽ അളവ് അങ്ങനെ എന്തെങ്കിലും ഉണ്ട്, കുട്ടികൾ വേറെ പ്രശ്നമുണ്ട്, അങ്ങനത്തെ കുറച്ച് കുട്ടികൾക്ക് മാത്രമേ നമുക്ക് എന്തെങ്കിലും ചെയ്യേണ്ട ആവശ്യം വരത്തുള്ളൂ. അല്ലാത്ത കുട്ടികൾക്ക് ചെറിയൊരു വൃക്കകളിൽ വീക്കം ഉണ്ടായാലും അത് നമ്മൾ ഫോളോ അപ്പ് ചെയ്യേണ്ട ആവശ്യം വരത്തുള്ളൂ. അപ്പോൾ 90% കുട്ടികൾക്ക് ഇതേപോലെ ഹൈഡ്രോനെഫ്രോസിസ് ഉണ്ടെങ്കിൽ അതിനെ ഒന്നും ചെയ്യേണ്ട ആവശ്യം വരത്തില്ല. വളരെ ചെറിയ കുറച്ച് കുട്ടികൾക്ക് കോമൺ അല്ല, പക്ഷേ എന്നാലും അതിനെപ്പറ്റി ഇങ്ങനെ ഒരു പേടിക്കേണ്ട ഒരാവശ്യമില്ല. കാരണം 90% കുട്ടികൾക്ക് പെട്ടെന്ന് ശരിയാവും. ഇല്ലല്ല, അങ്ങനെ പ്രശ്നമൊന്നും കാണത്തില്ല. അപ്പോൾ അതിനകത്ത് ഈ മറ്റ് ഈ വൃക്കയിൽ ഓക്കെ ആണോ, അത് നോർമലാണോ, പിന്നെ ഗർഭപാത്രത്തിലുള്ള വെള്ളമൊക്കെ ഓക്കെ ആണെങ്കിൽ അത് കണ്ടിന്യൂ ഒരു പ്രശ്നമില്ല. ശരി. ഓക്കെ, വിളിച്ചൊരു സന്തോഷം. ഇപ്പം നമ്മൾ പറഞ്ഞു കുട്ടികളുടെ ഉദര സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ പറഞ്ഞു. ഇതൊരു ശസ്ത്രക്രിയയിലേക്ക് ഒരു സർജറിയിലേക്കൊക്കെ പോകുന്ന ഒരു സാഹചര്യം എന്തൊക്കെയായിരിക്കും? അപ്പോൾ കുട്ടികളിൽ ഇപ്പോൾ എമർജൻസി ആയിട്ട് നമ്മൾ കാണുന്നത് ഒരു അക്യൂട്ട് അപ്പൻഡിസൈറ്റിസ് എന്ന് പറയും. എന്ന് വെച്ചാൽ അപ്പൻഡിക്സ് ഒരു അംശമുണ്ട്, കുടലിലെ ഒരു അംശമാണ്. അതിനകത്ത് ഇങ്ങനെ പഴുപ്പ് വരുമ്പോൾ അതിനെ പറയുന്നതാണ് അപ്പൻഡിസൈറ്റിസ്. അപ്പോൾ ഇങ്ങനെ പഴുപ്പ് വന്നിട്ട് അതിങ്ങനെ ഇൻഫെക്ഷൻ ഉള്ളപ്പോൾ അതിന് അപ്പൻഡിക്സ് എടുത്ത് കളയുന്ന ഒരു സർജറിയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഈ കുട്ടികൾക്ക് ലക്ഷണം എന്ന് പറയുമ്പോൾ ഒന്ന് വയറുവേദന ഉണ്ടാവാം, പിന്നെ പനി, പിന്നെ ഛർദ്ദിക്കാം. അപ്പോൾ ഇങ്ങനത്തെ അങ്ങനെ പെട്ടെന്ന് ഒരു 1-2 ദിവസത്തിലായിരിക്കും ഇത് പെട്ടെന്ന് ഇങ്ങനെ ഇത്രയും എല്ലാ ലക്ഷണങ്ങൾ കൂടി വരുന്നത്. ചിലപ്പോൾ ഇങ്ങനെ മലം പോകുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടാവാം. സോ ഇങ്ങനെ ഈ പനിയും പിന്നെ വയറുവേദനയും പിന്നെ ഛർദ്ദിക്കും ഇങ്ങനത്തെ കുട്ടികൾ നമ്മളെപ്പോഴും ഇങ്ങനെ ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോവുക, അവരുടെ അൾട്രാസൗണ്ട് നോക്കുക, അല്ലെങ്കിൽ ബാക്കി ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് അതിനെ ഇപ്പോൾ അപ്പൻഡിക്സിന് എന്തെങ്കിലും പഴുപ്പ് കൺഫേം ആണെങ്കിൽ പിന്നെ അതിൻ്റെ ശസ്ത്രക്രിയ ചെയ്യേണ്ടതാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിപ്പോൾ കൂടുതൽ എല്ലാവരും മോസ്റ്റ്ലി ഇപ്പോൾ കൂടുതലെല്ലാം ഇങ്ങനെ താക്കോൽ ദ്വാര ശസ്ത്രക്രിയയാണ് അതിൻ്റെ ആവശ്യം വരത്തുള്ളൂ. മുറിവ് കൊടുത്തിട്ട് ചെയ്യേണ്ട സർജറീസ് ഒക്കെ ഇപ്പോൾ കുറവാണ്. നമ്മൾ കൂടുതൽ ഇപ്പോൾ ലാപ്രോസ്കോപ്പി കുട്ടികൾ തന്നെ നല്ല ഒരു ഇപ്പോൾ എക്സ്പെർട്ടീസ് ഒക്കെ വന്നിട്ട് ഇങ്ങനെ കൂടുതൽ ഇപ്പോൾ ഈ റോബോട്ടിക് വരെ വരുന്നുണ്ട്. അപ്പോൾ അത്രയ്ക്ക് നമ്മൾ അഡ്വാൻസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കുട്ടികൾ വരെ എല്ലാ ഫെസിലിറ്റീസും എല്ലാം അവൈലബിൾ ആണ്. ഓക്കെ, നമുക്കൊരു കോൾ ഉണ്ട് ഡോക്ടർ, കോളിലേക്ക് പോകാം. ഹലോ, നമസ്കാരം, ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. നമസ്കാരം. എന്റെ പേര് രമേശ്, ഞാൻ കൂട്ടിക്കടയായിരുന്നു. സംശയം ചോദിക്കാനായിരുന്നു. നമസ്കാരം, പറഞ്ഞോളൂ. നമസ്കാരം സർ.
എന്റെ മകന്റെ വൃഷണസഞ്ചിയിൽ ചില സമയങ്ങളിൽ വൃഷണം കാണാനില്ല. ചില സമയങ്ങളിൽ അത് മുകളിലോട്ടായിട്ട് തടിപ്പ് പോലെയാ തോന്നുന്നത്. ചില സമയങ്ങളിൽ താഴെ വൃഷണസഞ്ചി തന്നെ കാണും. മകനിപ്പോ ഒരു 1.5 വയസ്സ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. അങ്ങനെ കുട്ടിക്ക് ഇങ്ങനെ ഇങ്ങനെ ഈ വൃഷണം ഇങ്ങനെ താഴോട്ടും വരുന്നുണ്ട്, മുകളിലോട്ടും പോകുന്നുണ്ട്, രണ്ടും. അതെ സാർ, ചില സമയങ്ങളിൽ താഴെ വൃഷണസഞ്ചി തന്നെ ഉണ്ടാവും. പക്ഷെ ചില സമയങ്ങളിൽ നോക്കുമ്പോൾ അത് മുകളിലോട്ടാണ് കാണുന്നത്. സഞ്ചിയിലൊന്നും കാണില്ല. ശരി, ഒരു സൈഡിലേക്ക് മാത്രം, മറ്റേ സൈഡിലേക്ക് താഴെ തന്നെ ഉണ്ടാവുന്നുണ്ട്. ഒരു സൈഡിൽ മാത്രമാണോ ഇതുപോലെ? അതെ, വലത് സൈഡിലേക്ക് മാത്രം. ഓക്കെ, ശരി. അപ്പോൾ ഇത് ഇങ്ങനെ റിട്രാക്ടൽ ടെസ്റ്റിസ് എന്ന് പറയും. ഇത് ഇങ്ങനെ പേടിക്കേണ്ടതൊന്നുമില്ല. ഇപ്പോൾ ഇങ്ങനെ ഇപ്പോൾ കുട്ടികൾക്ക് ഇങ്ങനെ താഴോട്ട് ഇങ്ങനെ സ്ക്രോട്ട്, അത് വൃഷ്ണസഞ്ചിയിലോട്ട് വരാത്ത ഒരവസ്ഥ ഉണ്ടെങ്കിലാണ് അതിന് ശസ്ത്രക്രിയയുടെ ആവശ്യമുള്ളൂ. അപ്പോൾ ഇങ്ങനെ കുട്ടികളിലെ താഴെ ഈ അവിടെ റിഫ്ലെക്സസ് കുറച്ച് ഇങ്ങനെ ആക്റ്റീവായിട്ട് ഇരിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഇനി കുട്ടികൾക്ക് ഇത് നോർമലായിട്ട് കാണുന്നതാണ്. റിട്രാക്ടൈൽ മുകളിലോട്ട് താഴോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അത് കുട്ടി വളർന്നതനുസരിച്ച് അത് തന്നെ ഇങ്ങനെ താഴെ തന്നെ വന്ന് സെറ്റിൽ ആയിക്കോളും. അതുകൊണ്ട് അതിനെപ്പറ്റി ഇങ്ങനെ ഒരു ആകാംക്ഷ ഒന്നും വേണ്ട കേട്ടോ. അല്ല, അങ്ങനെയൊന്നുമില്ല. ഇനിയിപ്പോൾ താഴെ വരാതെ മേളിൽ മാത്രം അത് നിൽക്കുകയാണെങ്കിൽ ആ സമയത്ത് ഡോക്ടറെ കൊണ്ട് കാണിച്ചാൽ മതി. ഒന്നില്ല. ഇപ്പോൾ അതിനെ പറ്റി ഒരു ആകാംക്ഷ ഒന്നും വേണ്ട. ഇപ്പം ഇത് എത്ര വയസ്സ് വരെ ആണെങ്കിലാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? എത്ര വയസ്സ് കഴിഞ്ഞിട്ട് അല്ല, അങ്ങനെ കറക്റ്റ് ഒരു വയസ്സെന്നല്ല. കുട്ടി വളർന്നതനുസരിച്ച് ഒരു 8, 9, 10 വയസ്സൊക്കെ ആകുമ്പോൾ തന്നെ അത് ആ സ്ഥലത്ത് വന്ന് ഇങ്ങനെ അതൊന്നുള്ള കുഴപ്പമില്ല. ഇനി ആ സമയത്ത് പിന്നെ ഒന്നും ആയിട്ടില്ലെങ്കിൽ പിന്നെ അപ്പോഴും ഇതേപോലെ ഒരു കുട്ടി വളർന്നിട്ട് ഒരു പ്യൂബർട്ടി കഴിഞ്ഞിട്ട് ഒരു 12, 13 വയസ്സ് കഴിഞ്ഞിട്ട് ഇതേപോലെ ഒരു പ്രശ്നം തുടരുകയാണെങ്കിൽ ആ സമയത്ത് ചിലപ്പം ഇങ്ങനെ ഒത്തിരി ഇങ്ങനെ പ്രശ്നം ഉണ്ടെങ്കിൽ ആ സമയത്ത് വേണമെങ്കിൽ ചിലപ്പോൾ ചില കുട്ടികൾ മാത്രം ശസ്ത്രക്രിയയുടെ ആവശ്യം വരാൻ ചാൻസ് ഉണ്ട്. പക്ഷേ കൂടുതൽ 99% കുട്ടികൾക്ക് അതിൻ്റെ ആവശ്യം വരത്തില്ല. ഇങ്ങനെ മുകളിലോട്ട് പോകുന്നതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും അസുഖങ്ങൾ വരാനുള്ള സാധ്യത? ഒന്നുമില്ല. ഓക്കെ, കേട്ടുകൊണ്ടിരിക്കുന്ന ഡോക്ടറോട് ചോദിക്കാൻ തത്സമയ ഫോണിൻ പ്രോഗ്രാമാണ്. വിളിക്കുന്ന നമ്പർ 0474291111. നമുക്ക് അടുത്തൊരു കോൾ കൂടിയുണ്ട്. ഹലോ. നമസ്കാരം, ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. നമസ്കാരം, പറഞ്ഞോളൂ. നമസ്കാരം ഡോക്ടർ. നമസ്കാരം, പറഞ്ഞോളൂ. ഞാൻ എന്റെ മോന് വേണ്ടിയാ ചോദിക്കുന്നത്. മോന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മലമുറി വരുന്നുണ്ട്. മുറുകി വരുന്നതാണോ? 10 മാസമായതേ ഉള്ളൂ മോനെ. ഇടയ്ക്കിടയ്ക്ക് ഉണ്ട്. ആണല്ലേ? ഇത് എത്ര മാസമായിട്ട് അങ്ങനെ വരുന്നത്? ജനിച്ച മുതൽ നോർമൽ ആയിരുന്നോ അതോ കുറച്ച് ദിവസങ്ങളായിട്ടാണ് ഇങ്ങനെ വരുന്നത്? ഇല്ല, ഇപ്പൊ ഈ ഒരു മാസം കൊണ്ടോ 1-2 മാസം കൊണ്ടല്ലേ? ഓക്കെ. അപ്പൊ ഈ കുട്ടിക്ക് ഇങ്ങനെ ആഹാരം എന്തൊക്കെയാ കൊടുക്കുന്നത് വീട്ടില്? ആഹാരം ക്യാരറ്റ്, ബീട്രൂട്ടും ഒക്കെ നമ്മള് പിന്നെ അരിഞ്ഞ് മിക്സിയിൽ അടിച്ചാ നമ്മള് കൊടുക്കുന്നത്. അല്ലാതെ നമ്മള് ചോറ് തന്നെ മിക്സിയിൽ നല്ല ദ്രാവം പോലെ അരച്ചാ കൊടുക്കുന്നത്. ശരി. പിന്നെ പയറ് പുഴുങ്ങി അതിന്റെ അതും അതും അരച്ച ദ്രാവരൂപത്തിലാ കൊടുത്തോണ്ടിരിക്കുന്നത് അല്ലേ? അപ്പൊ കുട്ടിക്ക് ഇങ്ങനെ ഡെയിലി പോവോ? ഡെയിലി പോകുന്നതാണോ അതോ കുറച്ച്? ഡെയിലി പോകും. പക്ഷെ അങ്ങനെ ടൈറ്റ് ആയിട്ടാ പോകുന്നത് അല്ലേ എപ്പോഴും? ഇപ്പൊ ഈ 1-1.5 മാസം കൊണ്ട് ടൈറ്റ് ആയിട്ടാ പോകുന്നത്. ഓക്കെ. അപ്പൊ അത് കുഞ്ഞ് നല്ല ഭയങ്കര പിന്നെ നിലവിളിയാ കുഞ്ഞിങ്ങനെ മരം പോകുന്ന സമയങ്ങളിൽ. അപ്പൊ ഈ കുട്ടികളിൽ ഇങ്ങനെ ഒരു വർഷം ഇങ്ങനെ ടൈറ്റ് ആയിട്ട് മോശം പോയി കഴിഞ്ഞാൽ ചിലപ്പം അവർക്ക് ആ മലദ്വാരത്തിൽ മുറിവ് പോലെ സംഭവിക്കാനുണ്ട്. അതിനെ ഫിഷർ എന്ന് പറയും, ഏനൽ ഫിഷർ. അപ്പോൾ അത് ഉള്ള കുട്ടികൾക്ക് ഇങ്ങനെ ഇപ്പോൾ അവിടെ വേദനിക്കുമല്ലോ. അപ്പോൾ വേദനിക്കുമ്പോൾ കുട്ടി പിന്നെയും മലം പോവാതെ പിടിച്ച് വെക്കും. അപ്പോൾ പിടിച്ച് വയ്ക്കുമ്പോൾ വീണ്ടും അതിങ്ങനെ ടൈറ്റ് ആയിട്ട് പോകും. അപ്പോൾ അങ്ങനെ അതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും, മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ മലദ്വാരത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അതിനെന്തെങ്കിലും മുറിവുണ്ടോ എന്ന് ഒരു ഡോക്ടറെ കൊണ്ട് കാണിക്കും. അപ്പോൾ അത് കണ്ടതിന് ശേഷം അതിനുള്ള നമ്മൾ ചികിത്സ ചെയ്യുമ്പോഴത്തേക്ക് പിന്നെ അത് മാറിയാലേ പിന്നെ കുട്ടി ഒന്ന് ഫ്രീ ആയിട്ട് പോകത്തുള്ളൂ. അല്ലെങ്കിൽ ഓരോ പ്രാവശ്യം ഇങ്ങനെ മലം പോകുമ്പോഴും അതിന് കുട്ടിക്ക് ഭയങ്കര വേദനയാകൊണ്ട് ഇങ്ങനെ പിടിച്ച് വയ്ക്കും, അതിന് പോകത്തില്ല, ഫ്രീ ആയിട്ട് പോകത്തില്ല, മനസ്സിലായി? അപ്പോൾ അതുകൊണ്ട് പിന്നെ കൂടാതെ തന്നെ ഡയറ്റ് നിങ്ങൾ കൊടുക്കുന്ന പോലെ എല്ലാം പറഞ്ഞോളൂ. കുട്ടികൾക്ക് എന്തെല്ലാം ആഹാരങ്ങൾ കൊടുക്കാവുന്ന പറയാമോ? കുട്ടികൾക്ക് നമ്മൾ പറയുന്ന പോഷകങ്ങൾ നിറഞ്ഞതും അതേപോലെ കുറച്ച് ഇങ്ങനെ ഇപ്പോൾ ഈ ടൈറ്റ് ആയിട്ടുള്ള മോശം പോകുന്നതുകൊണ്ട് കുറച്ച് നാരുകൾ കൂടിയ ആഹാരമാണ് കൊടുക്കേണ്ടത്. അപ്പോൾ അതിനകത്ത് നമ്മൾ വെജിറ്റബിൾസ് ഇപ്പോൾ പറയുകയാണെങ്കിൽ ക്യാരറ്റ്, ബീട്രൂട്ട്, ബീൻസ്, പയറുവർഗ്ഗങ്ങൾ എല്ലാത്തിനും ഇതേപോലെ പോഷകങ്ങളുണ്ട്, നാരുകൾ നിറഞ്ഞതാണ്. ഇപ്പോൾ ഫ്രൂട്ട്സിൽ പറയുകയാണെങ്കിൽ ഫ്രൂട്ട്സിൽ ആപ്പിള്, ഓറഞ്ച്, മാതളപ്പഴം, വാഴപ്പഴം, മാമ്പഴം, ഇപ്പോൾ ഇതൊക്കെ ഈ വകയുള്ള ഫ്രൂട്ട്സ് എല്ലാം നല്ലതാണ് കുട്ടികൾക്ക്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കുട്ടികൾക്ക് ഇങ്ങനെ ഈ ജങ്ക് ഫുഡ്, അതായത് പുറത്തുള്ള ഈ പ്രോസസ്ഡ് ഫുഡൊക്കെ അല്ലേ, ഈ ബേക്കറി ഐറ്റംസ്, പിന്നെ നൂഡിൽസ്, പിന്നെ ബർഗർ, പിസ്സ, ഐസ്ക്രീം, കൂൾ ഡ്രിങ്ക്സ്,
അപ്പോൾ ഈ വകയുള്ള ഇതൊന്നും കൊടുക്കരുത് കുട്ടികൾക്ക്, ഫ്രൈഡ് ഐറ്റംസ്. അപ്പോൾ ഇതൊക്കെ കൊടുക്കുമ്പോഴാണ് അതിനകത്ത് ഇതൊക്കെ ലോ റെസിഡ്യൂ ആണ്, അതിനകത്തൊന്നും നാരുകളൊന്നുമില്ല. അപ്പോൾ എല്ലാം ഇങ്ങനെ വയറിനകത്ത് ഇങ്ങനെ ഈ ലോ റെസിഡ്യൂ ഇങ്ങനെ ഫുഡൊക്കെ കൊടുക്കുമ്പം അത് താഴോട്ട് മോശം പോകുമ്പോൾ കുട്ടികൾക്ക് ഇങ്ങനെ ബുദ്ധിമുട്ട് വരാൻ ചാൻസ് ഉണ്ട്. നമുക്ക് വീണ്ടും അടുത്തൊരു കോൾ കൂടി എത്തുകയാണ്. കോളിലേക്ക് പോവാം. ഹലോ. ഹലോ. നമസ്കാരം. ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ഹലോ മോളെ. അമ്മ ആ റേഡിയോയുടെ ശബ്ദം ഒന്ന് കാര്യം ചോദിക്കാനാ മോളെ. ചോദിക്കാം. നമുക്ക് ആദ്യം ആ റേഡിയോയുടെ ശബ്ദം ഒന്ന് കുറച്ചോളൂ. കുറച്ച് മക്കളെ കുറച്ച്. ഇനി സംസാരിച്ചോളൂ. എന്റെ മോക്കുള്ള മോനെ രാവിലെ ഇപ്പൊ 2-3 വട്ടം രാവിലെ എഴുന്നേക്കുമ്പോ തലവേദന എന്ന് പറഞ്ഞിട്ട് പിന്നെ ഛർദിലും തലവേദനയും കുഞ്ഞിന്. ഡോക്ടറെ അടുത്ത് ചോദിക്കാനാക്കളെ. എത്ര വയസ്സാ കുട്ടിക്ക്? മോനിപ്പോ 9 വയസ്സുണ്ട് ഡോക്ടർ. അത് എത്ര ദിവസം കൊണ്ടല്ലേ, എത്ര ആഴ്ച കൊണ്ടാണ് ഇതേപോലെ പ്രശ്നങ്ങൾ വരുന്ന കുട്ടിക്ക്? ഇല്ല, അത് എപ്പോഴും ഇല്ല. ഇപ്പൊ ഒരു 3 പ്രാവശ്യം ഇതിങ്ങനെ വന്നിട്ടുണ്ട്. രാവിലെ എഴുന്നേക്കുന്നുണ്ടെ അങ്ങ് മനമറുപ്പും ഛർദിലും തലവേദനയെന്നാ പറയുന്നത്. അതിനിപ്പോ എത്ര ദിവസം കൊണ്ടാണ് ഇതുപോലെ കുട്ടിക്ക് പ്രശ്നം വരുന്നത്? ഇതിപ്പോ അങ്ങനെ ഇടയ്ക്ക് ഒരു 2-3 മാസം 2 മാസമൊക്കെ കഴിയുമ്പോഴാണ് ഇത് വരുന്നത്. വല്ലപ്പോഴാണ് ഇതേപോലെ പ്രശ്നം വരുന്നത്? വല്ലപ്പോഴേ ഉള്ളൂ. ഇത് രാവിലെ എഴുന്നേൽക്കുന്ന ഉടനെ. ഓ ശരി. ഇനി ഇപ്പം ഈ ഛർദ്ദിക്കുമ്പോൾ അതിനകത്ത് ഇങ്ങനെ ആഹാരം തന്നെയാണ് വരുന്നത്, എന്തെങ്കിലും ഈ നിറമാറി എന്തെങ്കിലും അങ്ങനെ വരുന്നുണ്ടോ ഛർദ്ദിക്കുമ്പോൾ? ആണോ? ശരി. അല്ല അപ്പം ഇത് കുട്ടികൾക്ക് ഇങ്ങനെ എഴുന്നേൽക്കുമ്പോൾ മാത്രമേ ഇതേപോലെ പ്രശ്നം ഉണ്ടെന്ന് വെച്ചാൽ ചിലപ്പോൾ ഇങ്ങനെ ബ്ലഡ് പ്രഷർ കുറയുമ്പോൾ അങ്ങനത്തെ ഇതൊക്കെ വരാം. അപ്പോൾ നമ്മൾ പീഡിയാട്രിഷനെ കൊണ്ട് കാണിക്കുക. അപ്പോൾ അവർ കാണിച്ചിട്ട് ഇതിൻ്റെ കുട്ടികളുടെ പ്രഷറും പിന്നെ ഷുഗറും കാര്യങ്ങളൊക്കെ നോക്കും. അപ്പോൾ ഈ ഷുഗർ കുറഞ്ഞാലോ അല്ലെങ്കിൽ ബ്ലഡ് പ്രഷർ കുറഞ്ഞാലോ അല്ലെങ്കിൽ സോഡിയം പൊട്ടാഷ്യം അളവൊക്കെ കുറയുമ്പോഴാണ് കുട്ടികൾക്ക് ഇതുപോലെ വരുന്നത്. പിന്നെ ആഹാരം നല്ലപോലെ കൊടുക്കണം. ചിലപ്പോൾ അവർ രാത്രി കഴിക്കുന്ന ആഹാരം വളരെ കുറച്ച് കഴിക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ രാവിലെ വരുമ്പോഴത്തേക്ക് അവർക്ക് ഷുഗറൊക്കെ കുറയും. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ ഇതുപോലെയൊക്കെ വരാം. പിന്നെ ഈ ഛർദ്ദിക്കുന്ന ഇതും കൂടി ഡീറ്റെയിൽസ് നമുക്ക് എടുത്തിട്ട് വേണം പിന്നെ ഡോക്ടറിൻ്റെ അടുത്ത് കുട്ടിയെ കൊണ്ടുപോകണം കേട്ടോ. അപ്പം ഇങ്ങനെ അത് പ്രശ്നങ്ങൾ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല, കുട്ടിയും കൂടെ നമ്മൾ നോക്കിയിട്ടാണ് എല്ലാം ചികിത്സിക്കുന്നത്. മനസ്സിലായി? അപ്പം അല്ല, ആദ്യം പീഡിയാട്രിഷനെ കാണിച്ചാൽ മതി. പീഡിയാട്രിഷനെ കാണിച്ചിട്ട് അവരെന്തെങ്കിലും നമ്മൾ കുട്ടി കണ്ടിട്ട് എന്തിപ്പോൾ ഛർദ്ദിക്കുന്നതൊക്കെ ഉണ്ട്, അപ്പോൾ വേറെ കണ്ടിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ചിലപ്പം ENT അത് സംബന്ധമായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ENTയിലോട്ട് റെഫർ ചെയ്യും. ഓക്കെ അമ്മ. അപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിംഗ് പ്രോഗ്രാമാണ്. നമ്മളോടൊപ്പം ഉള്ളത് ഡോക്ടർ നെല്ലൈ കൃഷ്ണയാണ്. ഡോക്ടർ, നമുക്ക് അടുത്തൊരു കോൾ കൂടി എത്തിയിട്ടിട്ട് നോക്കാം ആരാണെന്ന്. ഹലോ, എന്റെ പേര് ചാന്ദിനി. ഞാൻ ചാത്തന്നൂരിൽ നിന്നാണ് വിളിക്കുന്നത്. പറഞ്ഞോളൂ. ഹലോ. പറഞ്ഞു കേൾക്കാം. നമസ്കാരം, പറഞ്ഞോളൂ. ഡോക്ടർ, എന്റെ കുഞ്ഞ് 7-ാം മാസത്തിൽ ജനിച്ചതായിരുന്നു. ഇപ്പൊ എന്റെ കുഞ്ഞിന് 4 മാസമുണ്ട്. ഇപ്പൊ മോളുടെ പൊക്കിളിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒരു തടുപ്പ് കണക്ക് കാണാറുണ്ട്. പക്ഷെ അത് തൊടുമ്പോ കുഞ്ഞ് കരയുന്നോ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊന്നും കാണാറില്ല. ഇത് ജനിച്ച തൊട്ട് തന്നെ ഇതേപോലെ ഇത് കാണുന്നുണ്ടോ? അവിടെ വീക്കം കാണുന്നുണ്ടോ പൊക്കളുടെ? ജനിച്ച കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഇത് ശ്രദ്ധിച്ചു തുടങ്ങിയത് സാർ. ഇത് ഇങ്ങനെ കുട്ടി കരയുമ്പോൾ മാത്രമാണ് വരുന്നത്, അതോ എല്ലാ ദിവസം മൊത്തം ഇതേപോലെ ഇങ്ങനെ പൊങ്ങി നിൽക്കുകയാണോ, അതോ കുട്ടി കരയുമ്പോൾ മാത്രം ഇങ്ങനെ വീക്കം വന്നിട്ട് പിന്നെ കുറയോ വീണ്ടും തിരിച്ചു പോകും? കുഞ്ഞ് കരയുമ്പോൾ നന്നായിട്ട് വീക്കം വന്നിട്ട് പിന്നെ കുറയുവാ ചെയ്യുന്നത്. ആണോ? ശരി. അപ്പോൾ ഇത് അംബിലിക്കൽ ഹെർണിയ എന്ന് പറയും. അപ്പോൾ അത് അങ്ങനെ ചില കുട്ടികളൊക്കെ ഇതേപോലെ ഈ ഇങ്ങനെ പ്രീറ്റമായിട്ട് ജനിക്കുന്ന കുട്ടികൾക്ക് ഇതേപോലെ ആ ഒരു ഭാഗത്ത് ഇങ്ങനെ ഒരു വീക്ക്നെസ് കാരണം ഇതേപോലെ ഇങ്ങനെ പൊങ്ങി വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് ഈ കുടലും പിന്നെ മറ്റ് ആന്തരിക അവയവങ്ങളാണ് കുറച്ചിങ്ങനെ ആ ഒരു പൊക്കളുടെ അവിടെ കൂടെ പുറത്തോട്ട് ഇങ്ങനെ ചാടി വരുന്നത്. അപ്പോൾ അതിനെ പേടിക്കാനായിട്ടൊന്നുമില്ല. അത് ചില കുട്ടികൾ വളരുമ്പോൾ അത് തന്നെത്താനെ ആ ഹോൾ ക്ലോസ് ആക്കിയിട്ട് ഒരു ഓൾമോസ്റ്റ് ഒരു 5 വയസ്സൊക്കെ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. പക്ഷെ ശ്രദ്ധിക്കേണ്ടത് ചിലപ്പോൾ കുട്ടികൾക്ക് ഈ വീക്കം കുറയാതെ അങ്ങനെ തന്നെ നിൽക്കും. കുട്ടി ഇങ്ങനെ കരയാത്തപ്പോഴും ഇതേപോലെ വീക്കം നിൽക്കും. പിന്നെ വീക്കം അകത്തോട്ട് വയറിനകത്ത് തിരിച്ച് പോകാത്ത ഒരവസ്ഥ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ സമയത്ത് അത് ഒബ്സ്ട്രക്ഷൻ എന്ന് പറയും. അപ്പോൾ അങ്ങനത്തെ എന്തെങ്കിലും ഇത് വരികയാണെങ്കിൽ ഈ കുടലിലോട്ടുള്ള രക്തോട്ടം കുറയാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും വരണമെങ്കിൽ പെട്ടെന്ന് ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുവരേണ്ട ആവശ്യം വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാവും? അല്ല, അത് ഇപ്പോൾ ഈ വീക്കം ഇവിടെ കുട്ടി കരയുമ്പോൾ മാത്രമേ വീക്കമുള്ളൂ, പിന്നെ തിരികെ വയറിലോട്ട് പോകുന്നുണ്ട് എങ്കിൽ പിന്നെ കുഴപ്പമില്ല. പക്ഷേ തിരികെ വയറിലോട്ട് പോകുന്നില്ല, എപ്പോഴും ഇങ്ങനെ ഇവിടെ തന്നെ നിൽക്കുക, പിന്നെ അവിടെ ആ ഒരു ഇതിലാണ് തിരികെ വയറിലോട്ട് പോകാത്ത ഒരു അവസരം വരുമ്പോഴാണ് ഇത് ഒബ്സ്ട്രക്ഷൻ എന്ന് പറയുന്നത്. ഡോക്ടറെ, എവിടെ വന്നാൽ കാണാനായിട്ട് പറ്റും? കുഞ്ഞിനെ കൊണ്ടുവന്ന് കാണിക്കാൻ ഏതെങ്കിലും അടുത്തുള്ള ഏതെങ്കിലും ഒരു പീരിയഡ് പോയി കാണിച്ചാൽ മതി.
കേട്ടുകൊണ്ടിരിക്കുന്ന ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോൺ ഇൻ പ്രോഗ്രാമാണ്. ഓക്കെ, നമുക്ക് അടുത്തൊരു കോൾ ഉണ്ട്. നമുക്ക് കോളിലേക്ക് പോകാം. ഹലോ. ഹലോ. നമസ്കാരം, ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. എന്റെ പേര് ലിസ എന്നാണേ. ഞാനിവിടെ കൊട്ടിയത്തുനിന്ന് വിളിക്കുക. ശരി, ഡോക്ടറോട് സംസാരിച്ചോളൂ കേട്ടോ. ഓക്കെ, പറഞ്ഞോളൂ. ഡോക്ടർ. നമസ്കാരം, പറഞ്ഞോളൂ. ഡോക്ടർ, എന്റെ കുഞ്ഞിന് ജനിച്ച് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഞങ്ങളിങ്ങനെ ശ്രദ്ധിച്ചു, അതായത് പെനിസിന്റെ അവിടെ ഒരു ഹോൾ ഇങ്ങനെ കറക്റ്റ് ആയിട്ടല്ല, ഇങ്ങനെ ബാക്കിലോട്ട് പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പൊ പിന്നെ യൂറിൻ പാസ് ചെയ്യുമ്പോഴും തെറിച്ചു പോകുന്നില്ല, ഡ്രസ്സിലൊക്കെ വീഴുന്ന രീതിക്കാണ് പൊക്കോണ്ടിരിക്കുന്നത്. കുട്ടിക്ക് എത്ര വയസ്സാ? കുട്ടിക്ക് ഇപ്പൊ 2.5 വയസ്സായി. ഇങ്ങനെ ഈ മൂത്രം പോകുന്ന അതിന്റെ സ്ഥാനം കുറച്ച് താഴോട്ടാണോ, അതാണോ പറഞ്ഞേ? ഹോള് കുറച്ച് താഴോട്ടാ ഉള്ളത്. ശരി, അപ്പോൾ അതിന് ഹൈപ്പോസ്പെഡിയസ് എന്ന് പറയും. ഈ ബൈ ബർത്ത് ചില കുട്ടികൾക്ക് അങ്ങനെ വരുന്നതാണ്. ഈ മൂത്രനാളിയുടെ സ്ഥാനം ആ കറക്റ്റ് സ്ഥലത്തില്ലാതെ കുറച്ച് താഴോട്ട് വരാൻ അങ്ങനെ വരുന്നതാണ് ഹൈപ്പോസ്പെഡിയസ് എന്ന് പറയും. മാത്രമല്ല സർ, ഇങ്ങനെ ചെറിയൊരു വളവ് പോലെയും തോന്നുന്നുണ്ട്. അപ്പോൾ അത് ആ വളവ് ഇങ്ങനെ ഹൈപ്പോസ്പെഡിയസിൽ അങ്ങനെ വരുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമാണ്. അതിൻ്റെ സർജറി ചെയ്താൽ അത് തിരികെ നോർമൽ സ്ഥാനത്തോട്ട് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ അത് സർജറി മാൻഡേറ്ററി ആണോ സർ? അല്ലാതെ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല? അല്ലല്ല, അതിന് സർജറി തന്നെ പറ്റത്തുള്ളൂ. അതിൻ്റെ മൂത്രനാളിയുടെ സ്ഥാനം താഴോട്ടല്ലേ, അപ്പോൾ അത് ശസ്ത്രക്രിയ ചെയ്ത് തന്നെ നമുക്ക് നോർമൽ സ്ഥലത്തോട്ട് കൊണ്ടുവരാൻ പറ്റും. അങ്ങനെ കുഴപ്പമില്ല. ഇപ്പോൾ എമർജൻസി ആയിട്ട് സർജറി ചെയ്യണമെന്നുണ്ടോ? ഇല്ല, അങ്ങനെയൊന്നുമില്ല, പെട്ടെന്ന് ചെയ്യണമെന്നല്ല. പക്ഷേ കുട്ടികളിങ്ങനെ സ്കൂളിൽ പോകുന്നതിന് മുമ്പ് ചെയ്യുന്നതാണ് നല്ലത്. കാരണം കുട്ടികൾ സ്കൂളിൽ പോകുമ്പം അവർക്കിങ്ങനെ നിന്നിട്ട് ഇങ്ങനെ മൂത്രം ഒഴിക്കാൻ ബുദ്ധിമുട്ടായിരിക്കുമല്ലോ, അല്ലെങ്കിൽ വസ്ത്രത്തിലോട്ടായിരിക്കും പോകുന്നത്. അതുകൊണ്ട് ഇങ്ങനെ അവർ സ്കൂളിൽ പോകുന്നതിന് മുമ്പ് തന്നെ ഇതേപോലെ സർജറി ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് അങ്ങനെ സ്കൂളിലോട്ട് പോകുമ്പോഴത്തേക്ക് നോർമലി സാധാരണ എല്ലാ കുട്ടികളും ഇങ്ങനെ മൂത്രം പോകുന്ന പോലെ തന്നെ അവർക്ക് പോകാൻ സാധിക്കും. അപ്പോൾ അത് സ്കൂളിൽ പോകുന്നതിന് മുമ്പ് എപ്പോഴെങ്കിലും ചെയ്താൽ മതി. ഓക്കെ സാർ. സാർ, എനിക്ക് ഇപ്പൊ കുഞ്ഞിനെയും കൊണ്ട് ഒന്ന് സാറിനെ കൺസൾട്ട് ചെയ്യണമെന്നുണ്ട്. അപ്പൊ ഞാൻ ഇവിടെ വന്ന ഏതെങ്കിലും അടുത്തുള്ള പീരിയഡിക് സർജനെ കൊണ്ട് കാണിച്ചാൽ മതി. ഓക്കെ, സന്തോഷം. കേട്ടുകൊണ്ടിരിക്കുന്നത് ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോൺ ഇൻ പ്രോഗ്രാമാണ്. അപ്പോൾ വിളിക്കാൻ നമ്പർ 0474293111. നമുക്ക് അടുത്തൊരു കോൾ കൂടി എത്തിയിട്ടുണ്ട്, നോക്കാം. ഹലോ. ഹലോ, നമസ്കാരം. സംസാരിച്ചോളൂ ഡോക്ടറോട്. എനിക്ക് പറഞ്ഞോളൂ. എനിക്കൊരു 42 വയസ്സായി. പറഞ്ഞോ. അപ്പം എനിക്കൊരു 10-13 വയസ്സിനകത്ത് വെച്ച് പിന്നെ ഇത് കണക്കൊരു തലകറക്കം ഉണ്ടായിരുന്നു. ഇതിൽ ആഹാരം കഴിക്കാതിരിക്കുമ്പോഴത്തേക്ക് ഒരു തലകറക്കം ഉണ്ടായിരുന്നു. 27 വയസ്സായപ്പോഴത്തേക്ക് 2 ബൈപ്പാസ് സർജറി ചെയ്യേണ്ടി വന്നു. ശരി. ഈ തല കറങ്ങി എന്ന് പറഞ്ഞാൽ എങ്ങനെ? തല കറങ്ങി വീഴുമല്ല നമ്മളൊക്കെ, ഒന്നും കാണാൻ പറ്റാത്ത രീതിയിൽ കണ്ണൊക്കെ അടഞ്ഞു പോയിട്ട് വീഴുമല്ലേ. ശരി. ആ പരുവത്തിലായിരുന്നു. അങ്ങനെ 2 ബൈപ്പാസ് സർജറി ചെയ്ത് ഇപ്പൊ ഓക്കെയാ. ശരി. ഇപ്പൊ എന്താണ് പ്രശ്നം? അല്ല, ഇപ്പൊ ഓക്കെ. ഇപ്പൊ എന്റെ മോനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയുന്നു, അവന് ചില സമയത്ത് കണ്ണ് ഇരുണ്ട് വരുമെന്ന് മറിഞ്ഞങ്ങ് വീഴുമെന്ന്, കാലിന് സാധനം വരാതെ ഇരുണ്ടെങ്കിൽ വീഴുമെന്ന്. അത് എന്റെ ഒരു സ്വഭാവമാണോ എന്ന് ചോദിക്കാനും വേണ്ടിയായിരുന്നു. എത്ര വയസ്സായി മോന്? എത്ര വയസ്സായി മോന്? 12. ഇത് എത്ര വയസ്സ് മുതലാണ് ഇതേപോലെ കണ്ടു തുടങ്ങിയത് തല കറക്കമല്ല? മോന് ഇപ്പഴാ പറഞ്ഞത് എന്റെ അടുത്ത്. ഓക്കെ, ശരി. അതിന് ഇതിനു മുമ്പ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ? എന്തെങ്കിലും പ്രശ്നം അങ്ങനെ എന്തെങ്കിലും കുട്ടിക്ക്? തലറങ്ങിയ ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു വീട്ടിൽ. പിന്നെ പലകുറിച്ചേ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അല്ല, കുട്ടിക്ക് ഇതിനു മുമ്പ് എന്തെങ്കിലും രോഗങ്ങളോ എന്തെങ്കിലും സർജറി ചെയ്തിട്ടുണ്ടോ? അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ കുട്ടിക്ക്? അവനൊന്നും ചെയ്തിട്ടില്ല. ശരി. അപ്പം ഇങ്ങനെ തലകറക്കി വീഴുമ്പോൾ ഒന്ന് കുട്ടികളിൽ കഴിക്കുന്ന ആഹാരവും പിന്നെ ഈ നമ്മൾ കഴിക്കുന്ന വെള്ളമല്ലേ, വെള്ളത്തിൻ്റെ അംശമൊക്കെ കുറയുകയാണെങ്കിൽ പ്രഷർ കുറഞ്ഞിട്ട് അല്ലെങ്കിൽ ഷുഗർ കുറഞ്ഞിട്ടാണ് കൂടുതൽ ഇങ്ങനെ വരുന്നത്. പിന്നെ ഇത് രണ്ടും അല്ലെങ്കിൽ പിന്നെ ബാക്കി കുറച്ച് ഇങ്ങനെ രോഗങ്ങളൊക്കെ ഉണ്ട്. അത് ആദ്യം ഇത് രണ്ടും നമ്മൾ ശരിയാക്കിയിട്ട് പിന്നെ ഇതേപോലെ പ്രശ്നങ്ങൾ തുടരുകയാണെങ്കിൽ പീഡിയാട്രിഷനെ പോയി കാണുക. അപ്പോൾ എന്നിട്ട് ബാക്കി ഇത് നമ്മൾ കുട്ടികളൊന്ന് പരിശോധിച്ചിട്ടേ പിന്നെ അങ്ങോട്ടുള്ള നമ്മൾ ഡയഗ്നോസ് പറയാൻ പറ്റുള്ളൂ, എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നതെന്ന്. മനസ്സിലായില്ലേ? അപ്പോൾ ആദ്യം ഒരു കുട്ടിക്ക് നല്ലപോലെ ആഹാരം കഴിക്കാൻ കൊടുക്കുക, വെള്ളം നല്ലപോലെ കുടിക്കാൻ പറയണം. പിന്നെ ഇത് തന്നെ ഫുഡും ഇങ്ങനെ ഫ്ലൂയിഡ്സ് നല്ലപോലെ ശരീരത്തുണ്ടെങ്കിൽ അപ്പോൾ ഇത് തന്നെ നമുക്ക് ആദ്യം ഇത് നോക്കേണ്ടതാണ്. പിന്നെ അതിനുശേഷം മാറിയിട്ടില്ലെങ്കിൽ ഡോക്ടറിൻ്റെ അടുത്ത് കൊണ്ടുപോകുക. പിന്നെ ഇപ്പോൾ കണ്ണിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഒരു ഓഫ്താൽമോളജിസ്റ്റിനെ കാണിക്കുന്നത് നല്ലതായിരിക്കും. കാരണം അതിനകത്ത് കണ്ണിനകത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ഒരു കണ്ണാശുപത്രിയിൽ ഓഫ്താൽമോളജിസ്റ്റിനെ ഒന്ന് കാണിക്കണം.
കണ്ണിൻ്റെ ഡോക്ടറല്ലേ അവരെയും കൂടി കണ്ണിൽ എന്തെങ്കിലും നീരുണ്ട് വരുന്നെന്ന് പറയുന്നില്ലേ, അപ്പോൾ അതുകൊണ്ട് കണ്ണിൻ്റെ ആ സ്പെഷ്യലിസ്റ്റിനെ കൂടി കാണിക്കുന്നത് നല്ലതാണ്. അല്ല കണ്ണ് നീരുന്നില്ല. ആ അല്ല ഞാനിപ്പല്ല എനിക്ക് പണ്ടുള്ളത് പറഞ്ഞത് ഈ പയ്യൻ പറഞ്ഞപ്പോ എനിക്കൊരു പേടി പോലെ ബൈപ്പാസ് സർജറി എനിക്ക് ഒന്നും ചെയ്യേണ്ടി വന്നു. ശരി, മനസ്സിലായി. പക്ഷെ അതന്നെ ഇപ്പോൾ കുട്ടികൾക്ക് ഇപ്പോൾ ഈ പ്രായത്തിൽ ഇതേപോലെ വന്നിട്ടെന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞ ആദ്യം ആഹാരത്തിൻ്റെ എല്ലാം ശരിയാക്കി നോക്കിയിട്ട് പിന്നെ ഇതേപോലെ പ്രശ്നം തുടരുകയാണെങ്കിൽ ഡോക്ടറെ പോയി കാണാം കേട്ടോ. ഡോക്ടർ, നമ്മൾ നേരത്തെ കുട്ടികളുടെ ഈ വയറിൻ്റെ പ്രശ്നമൊക്കെ പറഞ്ഞു. പലപ്പോഴും കുട്ടികൾ ഒരുപാട് കരയാറുണ്ട്, ചിലപ്പോൾ രാത്രിയിലാവാം. അപ്പോൾ ഈ ഒരു വയറുവേദന കൊണ്ട് തന്നെ മാത്രമായിരിക്കുമോ കുട്ടികൾ ഇത്രയും കരയുന്നത്? അത് എന്തൊക്കെ പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കാം? അപ്പം കുട്ടികൾ അടക്കാൻ പറ്റാത്ത കരച്ചിലൊക്കെ ആണെങ്കിൽ മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ടത് കുറച്ച് ഈ ഒന്ന് നമ്മൾ പറയുന്നത്, ഇപ്പോൾ ഈ ചെറിയ കുട്ടികളാണല്ലോ, കാരണം വലിയ കുട്ടികളാണെങ്കിൽ അവർ പറയും അവർക്ക് എന്താണ് അസുഖം എന്ന് പറയും. ഇപ്പോൾ ചെറിയ കുട്ടികളാണെങ്കിൽ അവരിങ്ങനെ കരഞ്ഞുകൊണ്ട് മാത്രമായിരിക്കും. അടക്കാൻ പറ്റാത്തൊരു കരച്ചിലാണെങ്കിൽ ഇത് ഇൻഗ്വൈനൽ ഹെർണിയ എന്നൊരു ഡയഗ്നോസ് വരാൻ ഇൻഗ്വൈനൽ ഹെർണിയ എന്ന് പറയുമ്പോൾ കുടലിറക്കം എന്ന് വെച്ചാൽ നമ്മൾ പൊക്കലിൻ്റെ താഴെ അടിവയറ്റിൽ കുടലിനെ ചാടി വരുന്ന ഒരു അതിനെയാണ് പറയുന്നത് ഇൻഗ്വൈനൽ ഹെർണിയ. അപ്പോൾ ഈ കുട്ടികളിൽ ഇങ്ങനെ കുടൽ പുറത്തോട്ട് വന്നിട്ട് പിന്നെ തിരികെ പോകാതിരിക്കുമ്പോൾ കുട്ടിക്ക് നല്ല വേദനയായിരിക്കും. അപ്പോൾ അങ്ങനത്തെ കുട്ടികളാണെങ്കിൽ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ മാതാപിതാക്കൾ താഴോട്ട് ഇങ്ങനെ വയറിൽ ശ്രദ്ധിക്കണേ അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന്. പിന്നെ ചില കുട്ടികളിൽ അങ്ങനെ ഇൻഡോസെപ്ഷൻ എന്ന് പറയുന്നത് വെച്ചാൽ ഒരു കുടൽ ചെറുകുടൽ വൻകുടലിനകത്ത് ഇങ്ങനെ കയറിയിട്ട് അവിടെ തടസ്സം ഉണ്ടാക്കിയിട്ട് അത് കാരണം കുട്ടിക്ക് വയറുവേദനയായിട്ട് വരാം. അപ്പം അങ്ങനത്തെ കുട്ടികൾക്ക് വയറുവേദന ഉണ്ടാവും, പിന്നെ ഛർദ്ദിക്കാം, പിന്നെ മലത്തിൽ എന്തെങ്കിലും രക്തത്തിൻ്റെ അംശം കാണാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെ കുട്ടിക്ക് ഇങ്ങനെ അടക്കാൻ പറ്റാത്ത കരച്ചിലാണെങ്കിൽ മാതാപിതാക്കൾ എന്തായാലും ഇതൊക്കെ ശ്രദ്ധിക്കണം. വയറിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അത് കാരണമാണോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സ്ഥലത്ത് മുറിവ് കൊണ്ടിട്ടുണ്ടോ, അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം. കാരണം കുട്ടികൾ സാധാരണ ഒന്നെങ്കിൽ ഒരു കരയുന്ന ഈ പാല് കുടിക്കാൻ വേണ്ടിയിട്ടായിരിക്കും, അല്ലെങ്കിൽ ഉറങ്ങാത്തായിരിക്കും. അപ്പോൾ ഇത് രണ്ടും അല്ലെങ്കിൽ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. വേറെ എന്തെങ്കിലും അസുഖത്തിൻ്റെ കാരണങ്ങളാവാം. ഈ കുട്ടികൾക്ക് ഈ മലബന്ധം ഉണ്ടാകാറുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു കാരണം എന്തായിരിക്കും? പലപ്പോഴും ഒരു ഭക്ഷണം ഒരു പ്രശ്നമായി വരുന്നത് കൊണ്ടാണ്. ഭക്ഷണം ഇപ്പോൾ കുട്ടികളിൽ കോൺസ്റ്റിപ്പേഷൻ സാധാരണ കാണുന്നത് അവരൊരു 6 മാസം വരെ അമ്മയുടെ പാൽ മാത്രമാണ് കുടിക്കുന്നത്. പക്ഷേ 6 മാസത്തിന് ശേഷം ആഹാരം കഴിച്ച് തുടങ്ങേണ്ടതാണ്. അപ്പോൾ അതിനുശേഷമുള്ള കുട്ടികൾക്ക് ആഹാരം ശരിയായിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ കുട്ടികൾക്ക് കോൺസ്റ്റിപ്പേഷൻ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ കൂടുതൽ കോൺസ്റ്റിപ്പേഷൻ ഫങ്ഷണൽ കോൺസ്റ്റിപ്പേഷൻ എന്ന് പറയുക എന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്ത് വേറെ ഒരു പ്രശ്നങ്ങളൊന്നുമില്ല, പക്ഷേ നമ്മൾ കഴിക്കുന്ന ആഹാരം മോശമായ ഒരു ആഹാര രീതിയിൽ ആയതുകൊണ്ട് ഇതുപോലെ കോൺസ്റ്റിപ്പേഷൻ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിനാണ് ഈ ഫുഡ്, ഇപ്പോൾ ജങ്ക് ഫുഡ്, അത് അതിന് പ്രധാന കാരണം എന്ന് പറയുമ്പോൾ ജങ്ക് ഫുഡ്. ഇപ്പോൾ ജങ്ക് ഫുഡിലെ ഫുള്ള് പ്രോസസ്ഡ് ഫുഡും ഷുഗറും അതൊക്കെയാണ്. അപ്പോൾ ഈ ജങ്ക് ഫുഡ് എല്ലാം കഴിക്കുന്ന കുട്ടികൾക്ക് ഇതേപോലെ മലബന്ധം, പിന്നെ വയറുവേദന, ഈ പ്രശ്നങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുട്ടികൾക്ക് ഈ പറഞ്ഞ ജങ്ക് ഫുഡ്, അതായത് ജങ്ക് ഫുഡ് എന്ന് പറയുമ്പം നമ്മൾ ഈ ബർഗർ, പിസ്സ, പഫ്സ്, പിന്നെ അതുപോലെ ചിപ്സ്, നൂഡിൽസ്, കാർബണേറ്റഡ് ഡ്രിങ്ക്സ്, മറ്റേ പെപ്സി, കൊക്കോള എല്ലാം അതുപോലത്തെ എല്ലാ കാർബണേറ്റഡ് ഡ്രിങ്ക്സ്, അപ്പോൾ ഇതൊക്കെ നമ്മൾ അവോയ്ഡ് ചെയ്യണം. മിഠായി, അപ്പോൾ ഇത് കുട്ടികൾ കൊടുക്കുന്നതുകൊണ്ടാണ്. പിന്നെ നമ്മൾ കൂടുതലും കുട്ടികൾക്ക് വീട്ടിലുണ്ടാക്കുന്ന നമ്മൾ ആഹാരം, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് എന്ന് പറഞ്ഞാൽ ആഹാരം എൻകറേജ് ചെയ്യണം. അതാണ് കുട്ടികൾക്ക് കൊടുക്കേണ്ടത്. പിന്നെ ചില കുട്ടികൾക്ക് ഈ ഫങ്ഷൻ അല്ലാത്ത കോൺസ്റ്റിപ്പേഷനെ കുറച്ച് ഈ കാരണങ്ങൾ കൊണ്ട് ഇങ്ങനെ കോൺസ്റ്റിപ്പേഷൻ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനത്തെ കുട്ടികളിൽ ഉദാഹരണത്തിന് ഈ തൈറോയിഡിൻ്റെ പ്രവർത്തനം കുറവാണെങ്കിലും അത് ഹൈപ്പോ തൈറോയിഡിസം എന്ന് പറയും. അപ്പോൾ അങ്ങനത്തെ കുട്ടികൾക്ക് ഇതുപോലെ മലബന്ധം വരാം. പിന്നെ ചില കുട്ടികൾക്ക് ഇങ്ങനെ മാനസികമായിട്ടുള്ള രോഗങ്ങളുള്ള കുട്ടികൾക്ക് മലബന്ധം ഉണ്ടാകും. പിന്നെ എന്തെങ്കിലും കഴിക്കുന്ന വേറെ എന്തെങ്കിലും കഴിക്കുന്ന മരുന്നിൻ്റെ സൈഡ് എഫക്റ്റ് കൊണ്ടും ഇതേപോലെ കോൺസ്റ്റിപ്പേഷനായിട്ട് വരാം. അപ്പോൾ ഇതൊക്കെ ഇങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതും കൂടെ നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ ചില കുട്ടികൾക്ക് ഇങ്ങനെ കുടലിൽ തന്നെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ട് കുടൽ കറക്റ്റായിട്ട് ഇങ്ങനെ കൺട്രാക്ഷൻ ചെയ്യാതെ വരുന്ന സ്ഥിതിയിൽ ചില കുട്ടികൾക്ക് ഇതേപോലെ കോൺസ്റ്റിപ്പേഷൻ വരാം. അങ്ങനത്തെ കുറച്ച് കുട്ടികൾക്ക് മാത്രമേ അതിൻ്റെ ശസ്ത്രക്രിയയുടെ ആവശ്യം വരത്തുള്ളൂ. ബാക്കി എല്ലാ കുട്ടികൾക്കും നമ്മൾ ഇങ്ങനെ ഡയറ്റ്, നമ്മൾ കഴിക്കുന്ന ആഹാരം നല്ലപോലെ കൊടുത്ത് മോഡിഫൈ ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ കുട്ടികൾക്ക് ഫുള്ള് ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് കഴിക്കാൻ എൻകറേജ് ചെയ്യുക. പിന്നെ വെള്ളം കുടിക്കണം. ഇപ്പോൾ വലിയ കുട്ടികളാണെങ്കിൽ നല്ലപോലെ അവർക്ക് അറ്റ്ലീസ്റ്റ് ഒരു 5, 6 വയസ്സ്, 7 വയസ്സ് കുട്ടിക്കാണെങ്കിൽ അറ്റ്ലീസ്റ്റ് 2 ലിറ്റർ വെള്ളമെങ്കിലും ദിവസം കുടിച്ചിരിക്കണം. അപ്പോൾ ഇതൊക്കെ നമ്മൾ എൻകറേജ് ചെയ്യുമ്പോൾ തനിക്ക് കോൺസ്റ്റിപ്പേഷൻ തനിത്താനങ്ങ് മാറിക്കോളും. ഓക്കെ. ചില കുട്ടികളിലൊരു മഞ്ഞ നിറമൊക്കെ കാണുന്നതായിട്ട് നമ്മൾ ജനിക്കുമ്പോൾ തന്നെ അത് കേൾക്കുന്നതാണല്ലോ ഡോക്ടർ. ഇതൊരു വലിയൊരു പ്രശ്നമാണോ സാധാരണ? അപ്പോൾ കുട്ടികളിൽ ഇങ്ങനെ മഞ്ഞ നിറം എന്ന് പറയുമ്പോൾ ഈ കാലും കൈയെല്ലാം അവർക്ക് അത് ഒരു മഞ്ഞ ഒരു നിറമായിട്ട് വരും. അപ്പോൾ അതിന് ജോണ്ടിസ് എന്ന് പറയുന്നത് മഞ്ഞപ്പിത്തം അതാണ്. അപ്പോൾ കുട്ടികളിൽ മഞ്ഞപ്പിത്തം വരുമ്പോൾ ഇങ്ങനെ ഈ നമ്മുടെ ചർമ്മത്തിൽ ഇതേപോലെ മഞ്ഞ ഇങ്ങനെ ഒട്ടിപ്പിടിക്കും.
അപ്പോൾ ഈ കുട്ടികളിൽ ഇപ്പോൾ നവജാത ശിശുവാണെങ്കിൽ ഒരു സാധാരണ എല്ലാ കുട്ടികൾക്കും കുറച്ചിങ്ങനെ ഈ ജോണ്ടിസ് വരാറുണ്ട്, അത് നോർമലി തന്നെ വരാറുണ്ട്. പക്ഷേ ആ കുട്ടികൾക്ക് കുറച്ച് ഒരു ജനിച്ചിട്ട് ഒരു 2-3 ദിവസം കൂടുമ്പോഴാണ് ജോണ്ടിസ് തുടങ്ങുന്നത്. പിന്നെ 2 ആഴ്ചയ്ക്ക് ഉള്ളിൽ തന്നെ അത് തീരുകയും ചെയ്യും. പിന്നെ നോർമലായിട്ട് പിന്നെ അതിന് ജോണ്ടിസിന് യാതൊരു ലക്ഷണങ്ങൾ കാണത്തില്ല. അതുപോലെ തന്നെ കുട്ടികൾക്ക് പാല് കുടിക്കുന്നത് എല്ലാം നോർമലായിരിക്കും, മോഷൻ കറക്റ്റായിട്ട് പോകും, മൂത്രം ഒഴിക്കുന്നത് കറക്റ്റ് നോർമലായിരിക്കും. അങ്ങനത്തെ ഇതാണ് ഫിസിയോളജിക്കൽ ജോണ്ടിസ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ സാധാരണ കുട്ടികളിൽ ചില കുട്ടികൾ ഇതേപോലെ കാണുന്നുണ്ട്. പക്ഷേ ചില കുട്ടികൾ ജനിച്ചിട്ട് 24 മണിക്കൂർ തികയുന്നതിന് മുമ്പ് തന്നെ ഇതേപോലെ മഞ്ഞ നിറം വരുന്നുണ്ടെങ്കിൽ ആ ജോണ്ടിസ് അബ്നോർമലാണ്. അല്ലെങ്കിൽ ഇപ്പോൾ 2 ആഴ്ചയ്ക്ക് മേളിൽ ഇങ്ങനെ ജോണ്ടിസ് അതുപോലെ തുടരുകയാണെങ്കിൽ അതും ഒരു അബ്നോർമലാണ്. അപ്പോൾ ഇങ്ങനത്തെ കുട്ടികൾക്ക് ഇപ്പോൾ അതായത് 24 മണിക്കൂർ തികയുന്നതിന് മുമ്പ് തന്നെ ജോണ്ടിസ് തുടങ്ങി, അല്ലെങ്കിൽ 2 ആഴ്ച വയസ്സ് തികഞ്ഞിട്ടും പിന്നെ ഇത് മഞ്ഞപ്പിത്തം മാറിയിട്ടില്ല എന്നുള്ള കുട്ടികൾക്ക് എപ്പോഴും അതിനെ ബാക്കി വർക്കപ്പ് ചെയ്തിട്ട് വേറെ എന്തെങ്കിലും കാരണമുണ്ടോ എന്നും കണ്ടുപിടിക്കേണ്ടി വരും. ചില കുട്ടികളിൽ ഇപ്പം ഇങ്ങനെ മഞ്ഞപ്പിത്തം തുടരുമ്പം ഇങ്ങനെ ഇതുപോലെ കുട്ടികൾക്ക് ബിലിയറി അട്രീഷ്യ എന്നൊരു രോഗമുണ്ട്. എന്നുവെച്ചാൽ ഈ പിത്തത്തിൻ്റെ നാളികൾ കറക്റ്റായിട്ട് ഫോം ആകാത്തതുകൊണ്ട് ഈ കരലിനകത്ത് തന്നെ ഈ പിത്തം എല്ലാം കെട്ടിക്കിടക്കും, താഴോട്ട് കുടലിലോട്ട് ഒന്നും വരത്തില്ല. അപ്പം അങ്ങനത്തെ കുട്ടികൾ ശസ്ത്രക്രിയ ചെയ്താലേ അത് ശരിയാവത്തുള്ളൂ. അങ്ങനത്തെ കുട്ടികൾ ഇതുപോലെയൊക്കെ ലക്ഷണങ്ങൾ കാണുന്നത് 24 മണിക്കൂർ മുമ്പ് തന്നെ വരും, അല്ലെങ്കിൽ 2 ആഴ്ച തികയും മുമ്പ് തന്നെ ജോണ്ടിസ് മാറത്തില്ല, അത് തുടർച്ചയായിട്ട് ഇങ്ങനെ നിൽക്കും. ഈ കുട്ടികളിൽ ഈ സർജറി എന്നൊക്കെ കേൾക്കുമ്പോൾ സത്യത്തിലൊരു ഭയമാണ്. കാരണം കുട്ടികളിലൊക്കെ ഇത് ചെയ്യുമ്പോൾ അതൊരു ബുദ്ധിമുട്ടല്ലേ, അല്ലെങ്കിൽ അതെങ്ങനെയാണ് ഇത് സാധിക്കുക, അത്രയും കുട്ടികൾക്ക് താങ്ങാനൊക്കെ സാധിക്കുമോ എന്നുള്ളത്? അതെ, ഇപ്പോൾ ഈ നമ്മൾ കുട്ടികൾ എന്ന് പറയുമ്പോൾ ചൈൽഡ് ഇസ് നോട്ട് എ സ്മോൾ അഡൾട്ട്. അതായത് ഒരു വലിയ ആൾക്കാർ പോലെ അവരുടെ ഒരു മിനിയേച്ചറൈസ്ഡ് വെർഷനായിട്ടല്ല കുട്ടികളിലെല്ലാം അവരുടേതായിട്ടുള്ള ഈ ഓർഗൻസ് എല്ലാം ആ സൈസിന് കറക്റ്റായിട്ട് പ്രവർത്തനം ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ കുട്ടികൾ സർജറി ചെയ്യുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു ഫിനസും ആ സ്കിൽസും കൊണ്ടിട്ട് നമ്മൾ മാഗ്നിഫിക്കേഷൻ ലൂപ്പൊക്കെ ഉപയോഗിക്കും. അപ്പോൾ അതൊക്കെ വെച്ചിട്ടാണ് ചെയ്യുന്നത്. കാരണം കുട്ടികളെല്ലാം ഭയങ്കര ഡെലിക്കേറ്റ് ഇഷ്യൂസാണ്. അതുപോലെ തന്നെ അവർ ഉപയോഗിക്കുന്ന നമ്മൾ ആ സ്റ്റിച്ചൊക്കെ ഭയങ്കര തിന്നാണ്, നമ്മൾ മുടിയിനേക്കാളും ഒരു തിന്ന സ്റ്റിച്ചസ് ഒക്കെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് അതേപോലെ ആ കുട്ടികൾക്ക് നോർമൽ, കാരണം കുട്ടികൾക്ക് അവർക്ക് നമ്മൾ സർജറി ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ അറ്റ്ലീസ്റ്റ് നെക്സ്റ്റ് ഒരു 90-100 ഇയേഴ്സ് അവർ ജീവിക്കുന്ന നമ്മൾ കൺസിഡർ ചെയ്താൽ, അപ്പോൾ നമ്മൾ ചെയ്യുന്ന സർജറി അത്രയും വർഷങ്ങൾ അത് പിടിച്ചു നിൽക്കണം. അപ്പോൾ അത് ശ്രദ്ധിച്ചാണ് എല്ലാം നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അത്രയും ഒരു കെയറോട് കൂടി, അല്ലാതെ ഇപ്പോൾ നമ്മൾ മുതിർന്ന ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ അവർ സപ്പോസ് ഒരു 80-90 വയസ്സിലൊക്കെ ആണെന്നെങ്കിൽ ക്യാൻസർ സപ്പോസ് വന്നെന്ന് വെച്ചോ, അപ്പോൾ അത് ജസ്റ്റ് അവർക്ക് ഒരു വേദന ഇല്ലാതെ ജീവിച്ച് പോകുന്ന അത്രയും മാത്രമേ നമ്മൾ നോക്കത്തുള്ളൂ. പക്ഷേ കുട്ടികൾക്ക് അങ്ങനെയല്ല, കുട്ടികൾക്ക് ക്യാൻസർ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ കുട്ടികൾക്ക് വരുമ്പോൾ നമ്മൾ കുട്ടികൾ അടുത്ത ഒരു 90 വർഷം ജീവിക്കുമ്പോൾ അവർക്ക് യാതൊരു ബുദ്ധിമുട്ടില്ലാതെ ജീവിക്കണം എന്നൊരു കരുതലോടെയാണ് എല്ലാം ചെയ്യുന്നത്. ഡോക്ടർ, ഇപ്പോൾ നമുക്കറിയാം കുട്ടികളെക്കുറിച്ച് ഒരുപാട് പറയുമ്പോൾ ഇപ്പോൾ ഈ മൂത്രാശയ സംബന്ധമായ പ്രശ്നങ്ങൾ കുട്ടികളിൽ ധാരാളമായി കാണുന്നുണ്ടല്ലോ. അപ്പോൾ അതിനെക്കുറിച്ച് പറയാം, ഏതൊക്കെ സമയങ്ങളിലാണ് അതൊരു ശസ്ത്രക്രിയയിലേക്ക്, ഒരു സർജറിയിലേക്കൊക്കെ പോകുന്ന സാഹചര്യം എപ്പോഴൊക്കെയാണ്? അപ്പോൾ കുട്ടികളിൽ മൂത്ര സംബന്ധിച്ച് കുറച്ച് ലക്ഷണങ്ങളുണ്ട്, മൂത്രരോഗങ്ങളുടെ ലക്ഷണങ്ങൾ എന്ന് പറയുമ്പോൾ ഒന്ന് മൂത്രം ഒഴിക്കാൻ ബുദ്ധിമുട്ട് വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ കുട്ടികൾ മൂത്രം ഒഴിക്കുമ്പോൾ തുള്ളിയായിട്ട് മൂത്രം ആണെങ്കിലും, അല്ലെങ്കിൽ മൂത്രം ഒഴിക്കുമ്പം ഒരു വേദന, നല്ലൊരു എറിയുന്ന പോലെ ഒരു വേദനയായിരിക്കും. അല്ലെങ്കിൽ മൂത്രത്തിൽ ഒരു രക്തത്തിൻ്റെ അംശം അങ്ങനെ പോവുകയാണെങ്കിലോ, അല്ലെങ്കിൽ മൂത്രത്തിൽ ഒരു അനുബന്ധം ഉണ്ടാകുമ്പോൾ കുറച്ച് ഇൻഫെക്ഷൻ ഉള്ളപ്പോൾ അതിനകത്ത് ഒരു പച്ച നിറത്തിലൊക്കെ മൂത്രം പോകാൻ ചാൻസ് ഉണ്ട്. ഒപ്പം തന്നെ കുറച്ച് ഇൻഫെക്ഷൻ ഉള്ളപ്പോൾ അങ്ങനെ വയറുവേദനയും ഒപ്പം വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ കുട്ടികളാണ് ശ്രദ്ധിക്കേണ്ടത്. പിന്നെ പറഞ്ഞ പോലെ നമ്മൾ മൂത്രനാളിയുടെ സ്ഥാനം കുറച്ച് താഴോട്ടാണെങ്കിലും അതൊരു പ്രശ്നമാണ്. അപ്പോൾ ഇങ്ങനത്തെ കുട്ടികളിൽ ഈ മൂത്രത്തിൻ്റെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് മാത്രമേ ശ്രദ്ധിക്കണം. കാരണം ചില കുട്ടികളിൽ ഇങ്ങനെ ഈ ഓൾറെഡി ബൈ ബർത്ത് തന്നെ അവർക്ക് എന്തെങ്കിലും മൂത്രത്തിൻ്റെ ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷേ കുട്ടികളിൽ സാധാരണ ഡയപ്പറാണല്ലോ ഇട്ടിരിക്കുന്നത്. അപ്പോൾ മാതാപിതാക്കൾ അതിൻ്റെ ശ്രദ്ധിക്കത്തില്ല, മൂത്രം കറക്റ്റായിട്ട് പോകുന്നുണ്ടോ. ചില കുട്ടികൾക്ക് തുള്ളിയായിട്ടായിരിക്കും പോകുന്നത്, പക്ഷേ മാതാപിതാക്കൾ ശ്രദ്ധിക്കുമ്പോഴത്തേക്ക് 2-3 വയസ്സൊക്കെ ആയിട്ടുണ്ടാവും. അപ്പോൾ കുട്ടികളിൽ ഇങ്ങനെ എന്തെങ്കിലും മൂത്രത്തിൻ്റെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് തന്നെ അത് കണ്ടെത്തിയാൽ അതിനെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ അത്രയും നല്ല ഒരു ഔട്ട്കം ആയിരിക്കും. കാരണം ഈ മൂത്രത്തിൽ എന്തെങ്കിലും ഇനി തടസ്സമുണ്ടെങ്കിൽ അത് വൃക്കയാണ് ബാധിക്കുന്നത്. അപ്പോൾ വൃക്കകളിൽ എന്തെങ്കിലും അതിനകത്ത് ഒരു ഡാമേജ് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഓൾറെഡി സംഭവിച്ച ഡാമേജ് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇനി അവശേഷിക്കുന്ന ആ പ്രവർത്തനം മാത്രമേ നമുക്കിനി അതിനെ പ്രിസർവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ എത്ര പെട്ടെന്നാണോ ഈ ലക്ഷണങ്ങൾ കണ്ടെത്തുന്നത് അത്രയും നല്ലതാണ് കുട്ടികൾക്ക്. അത്രയും നല്ല ഈ വൃക്കകളുടെ പ്രവർത്തനം അത്രയും നല്ലതായിരിക്കും. കാരണം ഓൾറെഡി വൃക്കകൾ അതിൻ്റെ ഡാമേജ് ആയി കഴിഞ്ഞാൽ പിന്നെ ഡയാലിസിസും ട്രാൻസ്പ്ലാന്റിൻ്റെ ഒക്കെ ആ ഒരു രീതിയിലോട്ട് പോകും. അതുകൊണ്ടാണ് ഇപ്പോഴും ഇങ്ങനെ ഡയപ്പർ കിട്ടുന്ന കുട്ടിയാണെങ്കിലും മാത്രമല്ല ശ്രദ്ധിക്കണം. അതിന് മൂത്രം ഒഴിക്കുന്നത് കറക്റ്റായിട്ടാണോ മൂത്രം ഒഴിക്കുന്നത്, അത് തുള്ളിയായിട്ട് വരുന്നത്, അല്ലെങ്കിൽ മൂത്രം ഒഴിക്കുമ്പോൾ എപ്പോഴും കുട്ടി കരയുന്നുണ്ടോ, അല്ലെങ്കിൽ ബലം പിടിച്ചിട്ടാണോ അങ്ങനെ മൂത്രം ഒഴിക്കുന്നത്,
വരുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഓക്കെ. അതേപോലെ അതുകൊണ്ട് തന്നെ ഈ ഡയപ്പർ ഉപയോഗിക്കുന്നത് അത്ര നല്ല ഒരു കാര്യമാണോ എന്നല്ല, കുട്ടികൾക്ക് പലപ്പോഴും ഇത് ഉപയോഗിക്കുന്നുണ്ടല്ലോ. അപ്പം അതെ. അപ്പോൾ നമ്മൾ പണ്ട് കാലത്ത് ഡയപ്പർ എന്ന് പറയുന്നത് ഇല്ലായിരുന്നു. അപ്പോൾ തുണി വെച്ചാണ് എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പിന്നെ വീട്ടിലിരിക്കുമ്പോൾ കുട്ടികൾ താഴെ ഒന്നും ഇടത്തില്ല, ഫുള്ള് തുറന്നിട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോഴത്തെ ഒരു വർക്കിംഗ് കൾച്ചർ ജനറേഷനിൽ കുട്ടികൾ സാധാരണ ഇങ്ങനെ ഒരു കെയർ ഹോമിലോ എവിടെയെങ്കിലും ഒക്കെ ചെയ്യുമ്പോൾ അവർക്ക് ഡയപ്പർ ഒരു മാൻഡേറ്ററി ആയിട്ട് മസ്റ്റായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഡയപ്പർ ഇട്ടാൽ അറ്റ്ലീസ്റ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആ ഒരു പുറത്ത് കുട്ടി വീട്ടിൽ നിന്ന് പുറത്ത് ഇരിക്കുന്ന ആ സമയത്ത് മാത്രം ഡയപ്പർ ഉപയോഗിക്കുക. വീട്ടിൽ പരമാവധി ഡയപ്പറിൻ്റെ അത് ഉപയോഗം കുറയ്ക്കുക. അപ്പോൾ അങ്ങനെ പുറത്തിങ്ങനെ പുറത്ത് എവിടെയെങ്കിലും പോകുന്ന കുട്ടിക്ക് ആ ഒരു ഇൻകൺവീനിയൻസിന് മാത്രം നമ്മൾ ഡയപ്പർ ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. കാരണം ഡയപ്പർ ഇങ്ങനെ പ്രൊലോങ് ആയിട്ട് ഉപയോഗിച്ചാലും ഡയപ്പർ റാഷസ് പോലെ വരാം. എന്നുവെച്ചാൽ മറ്റേ ബട്ടക്സിൻ്റെ അവിടെ ഫുള്ള് കുറച്ചിങ്ങനെ റാഷസ് ഒക്കെ വന്നിട്ട് കുട്ടികൾക്ക് അത് കാരണം പിന്നെ മല പോകാനും ബുദ്ധിമുട്ട് വരാം, പിന്നെ മൂത്രമൊഴിക്കാൻ ബുദ്ധിമുട്ട് വരാം, അത് കാരണം ഇൻഫെക്ഷൻ വരാം. അപ്പോൾ അതുപോലെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് പരമാവധി കുറയ്ക്കുക ഡയപ്പറിൻ്റെ ഉപയോഗം. പക്ഷേ നമുക്ക് ഇപ്പോഴത്തെ ജനറേഷനിൽ ഫുള്ള് ഒഴിവാക്കാൻ പറ്റത്തില്ല. ഓക്കെ ഡോക്ടർ, നമ്മൾ ഈ കുട്ടികളിൽ സാധാരണ കാണുന്നൊരു പ്രശ്നമാണ് കിടക്കയിൽ മൂത്രം പോകുക, അറിയാതെ മൂത്രം പോകുക എന്ന് പറഞ്ഞ് കേൾക്കാറുണ്ട്. അപ്പോൾ അതെന്തുകൊണ്ടാണ് അതിൻ്റെ ഒരു പ്രശ്നം? അപ്പോൾ കുട്ടികളിൽ സാധാരണ ടോയ്ലറ്റ് ട്രെയിനിങ്, അതായത് അവർക്ക് മൂത്രം അവർ വരുന്നുണ്ടെന്ന് പറഞ്ഞ് ടോയ്ലറ്റ് പോകുന്ന ഒരു ഏജാണ് 5 വയസ്സ്. അപ്പോൾ 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഇത് സാധാരണ കാണാറുണ്ട്, അത് നോർമലാണ്, അതിനെപ്പറ്റി ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ 5 വയസ്സ് ശേഷം ടോയ്ലറ്റ് ട്രെയിനിങ് കഴിഞ്ഞ കുട്ടികൾക്ക് ഇതേപോലെ ബെഡിൽ ഇങ്ങനെ കിടക്കയിൽ ഇതേപോലെ മൂത്രം പോവുകയാണെങ്കിൽ അറിയാതെ രാത്രി കാലത്താണ് കൂടുതൽ ഇങ്ങനെ പോകുന്നത്. അപ്പോൾ അങ്ങനത്തെ കുട്ടികളിൽ ആ ഒരു കുട്ടികൾ നമുക്ക് ശ്രദ്ധിക്കേണ്ടത് ഈ പകൽ സമയത്ത് ഇതേപോലെ പ്രശ്നങ്ങളുണ്ടോ ആദ്യം നോക്കണം. അപ്പോൾ പകൽ സമയത്ത് പ്രശ്നമൊന്നുമില്ല, രാത്രി മാത്രമാണ് പ്രശ്നം എങ്കിൽ അതിന് ചിന്തിക്കേണ്ട ആവശ്യമില്ല. കുട്ടികൾക്ക് നമ്മൾ രാത്രി കുട്ടി ഉറങ്ങുന്ന കിടക്കയിലോട്ട് പോകുന്നതിന് മുമ്പ് ഒരു തവണ ടോയ്ലറ്റ് കൊണ്ടുപോവുക, എന്നിട്ട് ഒരു മൂത്രം ഒഴിപ്പിക്കുക. എന്നിട്ട് രാത്രി ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒരു 2 മണി 3 മണി 4 മണി ആ ഒരു സമയത്ത് ഒരു അലാറം വെച്ചിട്ട് കുട്ടിയെ വീണ്ടും ഉണർത്തി അതേപോലെ ടോയ്ലറ്റ് കൊണ്ടുപോകാം. കാരണം ചില കുട്ടികൾക്ക് രാത്രി കാലങ്ങളിൽ ഈ മൂത്രത്തിൻ്റെ ഈ കുറച്ച് അളവ് കൂടുതലായിരിക്കും. അപ്പോൾ ആ കുട്ടികൾക്ക് ചിലപ്പോൾ കൺട്രോൾ ചെയ്യാൻ പറ്റാതെയാണ് ഇങ്ങനെ പോകുന്നത്. കുട്ടികൾ വളരുമ്പോഴത്തേക്ക് 90% കുട്ടികൾക്ക് ഇത് നോർമൽ ആവാൻ ചാൻസ് ഉണ്ട്. പക്ഷേ എന്നാലും അതുവരെ നമുക്ക് ചെയ്യുന്നതാണ്. ഇപ്പോൾ ഇങ്ങനെ ബെഡിൽ ഇങ്ങനെ മൂത്രം ഒഴിക്കുക അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒന്ന് കുട്ടി കിടക്കയിൽ പോകുന്ന മുമ്പ് തന്നെ ഒരു തവണ ടോയ്ലറ്റ് കൊണ്ടുപോവുക, പിന്നെ ഒരു തവണ അലാറം വെച്ച് കുട്ടി ഉണർത്തിയിട്ട് അത് വീണ്ടും ടോയ്ലറ്റ് കൊണ്ടുപോകാം. പിന്നെ രാത്രി കാലങ്ങളിൽ കുറച്ച് ഫ്ലൂയിഡ്സ് റെസ്ട്രിക്റ്റ് ചെയ്യാം. ഫ്ലൂയിഡ് എന്ന് പറയുമ്പോൾ ഈ ചായ, കോഫി അല്ലെങ്കിൽ പാല്, വെള്ളം, ഇതൊക്കെ കുറച്ച് രാത്രി സമയം ഇത് കഴിഞ്ഞിട്ട് ഒന്നും പ്രശ്നം ഇതേപോലെ തുടരുകയാണെങ്കിൽ കുറച്ച് രാത്രി ഫ്ലൂയിഡ് ഇതേപോലെ റെസ്ട്രിക്റ്റ് ചെയ്യാം. അപ്പോൾ ഇത്രയും ചെയ്തിട്ട് മാറുന്നില്ലെങ്കിൽ മാത്രമാണ് അത് പ്രശ്നമായിട്ട് രോഗമായിട്ട് നമ്മൾ കരുതുന്നത്. അല്ലാത്ത കുട്ടികൾക്ക് ഇത് നോർമലായിട്ട് കാണാം. ഡോക്ടർ, അതുപോലെ തന്നെയാണ് പലപ്പോഴും വളരെ ചെറിയ കുട്ടികൾ തന്നെ ഹെർണിയയുടെ പ്രോബ്ലം കാണുന്നുണ്ടല്ലോ. എന്തുകൊണ്ടാണ് എങ്ങനെ ഒരു പ്രശ്നം വരുന്നത് കുട്ടികൾക്ക്? അപ്പോൾ ഈ കുട്ടികളിൽ ഇൻഗ്വൈനൽ ഹെർണിയ വളരെ കൂടുതൽ കുട്ടികൾ ഇപ്പോൾ കാണുന്നുണ്ട്. ഒരു 100 കുട്ടികളിൽ 1-2 കുട്ടികളിൽ 100 നോർമൽ കുട്ടികളാണെങ്കിൽ അതിനകത്ത് 1-2 കുട്ടികൾക്ക് ഹെർണിയയുടെ ഈ ഒരു രോഗം വരുന്നുണ്ട്. അപ്പോൾ ഇൻഗ്വൈനൽ ഹെർണിയ എന്ന് പറയുമ്പോൾ കുട്ടികളിൽ വരുന്ന ഇൻഗ്വൈനൽ ഹെർണിയയും മുതിർന്നവരിൽ വരുന്ന ഇൻഗ്വൈനൽ ഹെർണിയയും രണ്ടും വേറെ കാരണങ്ങൾ കൊണ്ടാണ് വരുന്നത്. അപ്പോൾ മുതിർന്നവരിലാണെങ്കിൽ ഈ താഴത്തെ പേശികളിൽ എന്തെങ്കിലും ബലക്കുറവ് അങ്ങനത്തെ ഒരു കാരണങ്ങൾ കൊണ്ടാണ് വരുന്നത്. പക്ഷേ കുട്ടികളിൽ ആ കാരണമല്ല. കുട്ടികൾ വരുന്നത് ഈ വൃഷണം എന്ന് പറയുമ്പോൾ നമ്മൾ വയറിൽ നിന്ന് താഴോട്ട് വൃഷ്ണസഞ്ചിയിലോട്ട് ഒരു യാത്ര ചെയ്ത് പോകും, അത് നമ്മൾ ജനിക്കുന്ന മുമ്പ് തന്നെ. അപ്പോൾ ആ വൃഷ്ണത്തിൻ്റെ ആ സഞ്ചാര പദം തുറന്നിരിക്കുകയാണെങ്കിൽ ഹെർണിയ ഉണ്ടാവും. അപ്പോൾ അതിൽ കൂടെ ഇങ്ങനെ കുടലോ അല്ലെങ്കിൽ മറ്റ് ആന്തരിക അവയവങ്ങളോ പുറത്തോട്ട് ഇങ്ങനെ ചാടി വരും. അതാണ് ഇൻഗ്വൈനൽ ഹെർണിയ. അപ്പോൾ കുട്ടികൾ അതിൻ്റെ സർജറി അത് തന്നെയാണ്, അത് നമ്മൾ അടയ്ക്കുക അത്രയേ ഉള്ളൂ. അപ്പോൾ ആ ഒരു ഈ വൃഷ്ണത്തിൻ്റെ സഞ്ചാര പദം തുറന്നിരിക്കുന്നത് നമ്മൾ ക്ലോസ് ചെയ്യുക അത്രയേ ഉള്ളൂ. പക്ഷെ മുതിർന്നവരിലാണെങ്കിൽ അതിന് സർജറി വേറെയാണ്. നമ്മൾ ഈ കുറച്ച് മെഷൊക്കെ ഉപയോഗിച്ച് അവിടുത്തെ, കാരണം ബലക്കുറവാണല്ലോ അതിൻ്റെ കാരണം, അപ്പോൾ ആ ബലക്കുറവ് ശരിയാക്കണം. അപ്പോൾ കുട്ടികളിൽ ബലക്കുറവ് അല്ല കാരണം, ഇതാണ് വൃഷ്ണത്തിൻ്റെ സഞ്ചാരപഥം തുറന്നിരിക്കാനാണ് കാരണം. ചില കുട്ടികളിൽ ഹെർണിയ എന്ന് പറയുമ്പോൾ കുടലോ അല്ലെങ്കിൽ മറ്റ് ആന്തരിക അവയവങ്ങളോ പുറത്തോട്ട് വരുന്നതാണ് ഹെർണിയ. അപ്പോൾ ചില കുട്ടികളിൽ ഹൈഡ്രോസിൽ എന്ന് പറയും, എന്ന് വെച്ചാൽ കുടലല്ല വരുന്നത്, കുറച്ച് ദ്രാവം, കുറച്ച് ഫ്ലൂയിഡ് അല്ലെ വെള്ളം അങ്ങനെ കെട്ടിക്കിടക്കുമ്പോൾ അതിന് ഹൈഡ്രോസിൽ എന്ന് പറയും. ഈ സഞ്ചാര പദത്തിൽ തന്നെ കുറച്ച് ദ്രാവം കെട്ടിക്കിടക്കുന്നതാണ് ഹൈഡ്രോസീൽ എന്ന് പറയും. അപ്പോൾ ഇതും കാരണം ഒന്നാണ്. ചില കുട്ടികൾ ദ്രാവമായിരിക്കും, ചില കുട്ടികൾ കുടൽ ചാടി വരും. അപ്പോൾ ഇതിനൊക്കെ സർജറിയും അതുപോലത്തെ ഈ ഒരു കാരണത്തിനാണ് നമ്മൾ സർജറി ചെയ്യുന്നത്. അപ്പോൾ സർജറി അതുപോലെ വേറെയാണ്. വലിയ ആൾക്കാർ ചെയ്യുന്ന സർജറിയും കുട്ടികൾ ചെറിയ സർജറിയും എൻ്റയർലി ഡിഫറെൻ്റ് ആണ്, വേറെ. ഒരു പ്രാവശ്യം ഈ ഒരു സർജറി കുട്ടികൾക്ക് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ ഹെർണിയയ്ക്ക് പിന്നെയും ഇത് ചെയ്യേണ്ട സാഹചര്യം വരുമോ? അതായത് ഒന്നിൽ കൂടുതൽ പ്രാവശ്യം ചെയ്യേണ്ട സാഹചര്യം? ഇപ്പോൾ ആ ഒരു സൈഡ് മാത്രം നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ഹെർണിയ കൂടുതൽ വരുന്നത് വലതുവശത്താണ്, റൈറ്റ് സൈഡിലാണ് വരുന്നത്. 10% കുട്ടികൾക്ക് ഇരുവശത്ത് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനത്തെ കുട്ടികൾക്ക് മറ്റേ സൈഡിലും സർജറി ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. ഒരു തവണ സർജറി ചെയ്ത് കഴിഞ്ഞാൽ ചില കുട്ടികൾക്ക് അതിൻ്റെ ഒരു റിക്കറൻസ്, അതായത് അവർ വളരുമ്പോൾ ചിലപ്പോൾ ഈ മറ്റേ ഈ മസിലിൻ്റെയൊക്കെ കുറച്ച് വീക്ക്നെസ്, പേശികളുടെ കുറച്ച് ബലക്കുറവ് ഉണ്ടെങ്കിലും അവർക്ക് ആ ഒരു കാരണം വെച്ചാലും വരാം. അങ്ങനത്തെ വളരെ കുറച്ച്
കുട്ടികൾക്ക് അതിൻ്റെ ഒരു റീഡു അത് ശസ്ത്രക്രിയ വീണ്ടും ചെയ്യുന്ന ഒരു അവസരം വരുന്നുള്ളൂ. ബാക്കി കുട്ടികൾ ഇപ്പോൾ 10% കുട്ടികൾ മറ്റ് സൈഡിലും ഇതേപോലെ ഹർണിയ വരുവാണെങ്കിൽ അതിനുള്ള ശസ്ത്രക്രിയ ചെയ്യേണ്ട ആവശ്യം വരാം. ഓക്കെ ഡോക്ടർ, അത് ഒരുപക്ഷെ നമുക്ക് അങ്ങനെ ചെയ്യേണ്ട ഒരു സാഹചര്യം വരുവാണെങ്കിൽ പോലും ഒരിക്കൽ നമുക്ക് ഹെർണിയയ്ക്ക് ഒരു സർജറി നമ്മൾ ചെയ്തു എങ്കിൽ അടുത്തൊരു സർജറിയുടെ ആവശ്യം വരുന്നത് ആ ഒരു എത്ര നാൾ ആയിരിക്കും എടുക്കുക? കാരണം അത് ഉടനെ തന്നെ വരുമോ, അതല്ല നമുക്കത് മനസ്സിലാക്കാനുള്ള ഒരു കാലയളവ് എത്ര? അപ്പോൾ ചില കുട്ടികളിൽ ഒരേ സമയത്ത് തന്നെ ഇരുവശവും നമ്മൾ ആ ഹർണിയ കാണാൻ സാധ്യതയുണ്ട്. അങ്ങനത്തെ കുട്ടികളിൽ ആ സമയത്ത് ഒരേ സമയത്ത് തന്നെ ഇരുവശം നമുക്ക് ചെയ്യാനുള്ളതാണ് ശസ്ത്രക്രിയ. പക്ഷേ ചില കുട്ടികളിൽ ഒരു സൈഡ് ചെയ്തിട്ട് ഒരു 6 മാസം അല്ലെങ്കിൽ 1 വർഷം കഴിഞ്ഞിട്ടായിരിക്കും മറ്റേ സൈഡിൽ വരുന്നത്. കാരണം പക്ഷേ അതിൻ്റെ ഡിഫക്റ്റ് ഇങ്ങനെ ജനിച്ചപ്പോൾ തന്നെ അതിൻ്റെ ഡിഫക്റ്റ് ഉണ്ട്. പക്ഷേ എന്നാലും ആ ഹർണിയ പുറത്തോട്ട് വരുന്നത് കുറച്ച് കഴിഞ്ഞിട്ടായിരിക്കും. അപ്പം അങ്ങനത്തെ കുട്ടികൾ നമുക്ക് എപ്പോഴാണ് വരുന്നത് ആ സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്മൾ ഹർണിയയ്ക്ക് ഈ മുറിവ് കൊടുത്തിട്ട് ഓപ്പൺ സർജറി മാത്രമല്ല ലാപ്രോസ്കോപ്പി സർജറി നമുക്ക് ചെയ്യാം. അപ്പം അങ്ങനത്തെ കുട്ടികളിൽ നമ്മൾ ഇപ്പോൾ ലാപ്രോസ്കോപ്പി സർജറി, അതായത് താക്കോൽ ദ്വാര ശസ്ത്രക്രിയ ചെയ്യുകയാണെങ്കിൽ മറ്റേ സൈഡിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ നമ്മൾ ഈ ലാപ്രോസ്കോപ്പി സർജറി ചെയ്യുമ്പം അതിൻ്റെ ഒരു ഗുണമെന്ന് വെച്ചാൽ 2 സൈഡിലും നമുക്ക് സർജറി ഒരേ സമയത്ത് തന്നെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് താക്കോൽ ദ്വാരം കൊണ്ട് തന്നെ അതിനകത്ത് എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ നമുക്ക് അറിഞ്ഞാൽ തന്നെ കറക്റ്റ് ചെയ്യാൻ പറ്റും. പലപ്പോഴും കാണുന്ന ഒരു പ്രശ്നം ഈ മൂത്രത്തിലുള്ള ഒരു അണുബാധയാണല്ലോ. അതിനെ കുറിച്ചിട്ടൊന്ന് പറയാമോ? എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രശ്നം? അപ്പോൾ നമ്മൾ ആദ്യം ഇത് മൂത്രം എങ്ങനെയാണ് വരുന്നത്? അപ്പോൾ ഈ രക്തത്തിൻ്റെ ശുദ്ധീകരണത്തിലാണ് വൃക്കത്തിലെ മൂത്രം ഉത്പാദിക്കുന്നത്. പിന്നെ ഈ വൃക്കത്തിൽ നിന്ന് മൂത്രസഞ്ചിയിലോട്ട് വന്നിട്ട് പിന്നെ അവിടെ നിന്നാണ് പിന്നെ താഴോട്ട് മൂത്രനാളിയിലോട്ട് പുറത്തോട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ എവിടെയെങ്കിലും ഒരു തടസ്സമുണ്ടെങ്കിൽ ആ മൂത്രം അവിടെ തന്നെ കെട്ടിക്കിടക്കും. അപ്പോൾ നമ്മൾ ടാങ്കിൽ ഇപ്പോൾ വെള്ളം കുറച്ച് ദിവസങ്ങളായിട്ട് കെട്ടിക്കിടക്കുകയാണെങ്കിൽ അതിനകത്ത് ഒരു സ്മെല്ലും പിന്നെ എന്തെങ്കിലുമൊക്കെ പാച്ചയൊക്കെ വരുന്നില്ല. അപ്പോൾ അതുപോലെയാണ് ഇവിടെയും. ഇപ്പോൾ നമ്മൾ മൂത്രം കുറച്ച് ദിവസങ്ങളായിട്ട് അവിടെ മൂത്രസഞ്ചിയിൽ അങ്ങനെ കെട്ടിക്കിടക്കുകയാണെങ്കിൽ അവിടെ ആ ഒരു സ്ഥലത്ത് ഒരു ബാക്ടീരിയ ഒരു ഗ്രോത്ത് ചെയ്യാനുള്ള ഒരു സന്ദർഭമാണ്. അപ്പോൾ അവിടെ ഒരു ഇൻഫെക്ഷനായിട്ട് പിന്നെ ആ ഒരു ഇൻഫെക്ഷൻ ഇനി ചില കുട്ടികളിൽ നമ്മൾ സാധാരണ വൃക്കയിൽ നിന്നാണ് താഴോട്ട് പിന്നെ മൂത്രസഞ്ചിയിലോട്ട് മൂത്രം വരുന്നത്. പക്ഷേ ചില കുട്ടികളിൽ ഈ മൂത്രം തിരികെ വൃക്കയിലോട്ട് പോകുന്ന ഒരു കണ്ടീഷനാണ് റിഫ്ലക്സ് എന്ന് പറയും. വെസിക്കുലേറ്ററി റിഫ്ലക്സ്, അതായത് മൂത്രസഞ്ചിയിൽ നിന്ന് തിരികെ വൃക്കത്തിലോട്ട് മൂത്രം പോകും. അപ്പോൾ അങ്ങനത്തെ കുട്ടികളിൽ ഈ ഇൻഫെക്ഷൻ താഴെ ആ മൂത്രസഞ്ചിയിൽ ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ അത് വൃക്കയും ബാധിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ കുട്ടികളാണ് യൂറിൻ ഇൻഫെക്ഷൻ സാധാരണ വരുന്നത്. പിന്നെ ചില കുട്ടികളിൽ നമ്മൾ ഇൻഫെക്ഷൻ ഇപ്പോൾ പെൺകുട്ടികളാണെങ്കിൽ അത് കാരണം പെൺകുട്ടികൾക്ക് ആ മൂത്രനാളിയുടെ സാധനവും പിന്നെ മലദ്വാരം ഭയങ്കര അടുത്തടുത്താണ്. അപ്പോൾ അത് കറക്റ്റായിട്ട് അവിടെ ഒരു ഹൈജീൻ ചെയ്തില്ലെങ്കിൽ കുട്ടികൾക്ക് ഇതേപോലെ ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ ക്ലീൻ ചെയ്യുമ്പം കറക്റ്റായിട്ട് ആ ഏരിയ ഫുള്ള് നല്ലപോലെ ക്ലീൻ ചെയ്യുക. പിന്നെ കുട്ടികൾക്ക് യൂറിൻ പോകുമ്പോൾ അതേപോലെ ആ ഏരിയ അവിടുത്തെ സ്കിന്ന് കുറച്ച് പിറകിലോട്ട് വരിച്ച്, ആൺകുട്ടികളാണ് സ്കിൻ കുറച്ച് പിറകിലോട്ട് വരിച്ച് അത് കൂടെ ആ ഭാഗം ഒന്ന് ക്ലീൻ ചെയ്യണം. ഓക്കെ ഡോക്ടർ, നമുക്ക് അറിയാം കുട്ടികൾക്ക് ഇപ്പം നമ്മൾ പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ തന്നെ ധാരാളം സ്കാൻ ചെയ്യേണ്ട ഒരു സാഹചര്യമൊക്കെ ഉണ്ട്. അപ്പോൾ പല അവസ്ഥകളും നമുക്കപ്പോൾ സ്കാനിങ്ങിൽ അറിയാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ കുട്ടികളിൽ ചില വൃക്കയ്ക്കുള്ള നീർവീക്കം അങ്ങനെയൊക്കെ കാണാറുണ്ടല്ലോ. അപ്പോൾ അത്തരം സാഹചര്യങ്ങളെ എങ്ങനെയാണ് നമുക്ക് ചെയ്യാൻ സാധിക്കുക? അല്ലെങ്കിൽ കുട്ടികളുടെ ജീവിതത്തെ ബാധിക്കുന്ന രീതിയിലാണോ സർജറി വേണ്ടി വരുമോ? എങ്ങനെയാണ്? അപ്പോൾ അത് നമ്മൾ എല്ലാ കുട്ടികൾക്കും ഇതേപോലെ സർജറി ആവശ്യം വരത്തില്ല. അപ്പോൾ നീർവീക്കം എന്ന് പറയുമ്പോൾ അത് ജസ്റ്റ് ഒരു ഹൈഡ്രോനെഫ്രോസ് ഒരു ടേമാണ്. അതൊരു അസുഖത്തിൻ്റെ ഒരു ലക്ഷണങ്ങളല്ല. അസുഖം ആയിരിക്കാം, ചില കുട്ടികൾ അസുഖമായിരിക്കാം, ചില കുട്ടികൾ നോർമലായിട്ട് തന്നെ ഇതുപോലെ വരാം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പക്ഷേ ഇത് നമ്മൾ ഹൈഡ്രോനെഫ്രോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്തായാലും നിരീക്ഷിക്കണം. കുട്ടിയെ എന്തായാലും നമ്മൾ ഒബ്സർവ് ചെയ്യണം, അത് ഫോളോ അപ്പ് ചെയ്യണം. എന്നിട്ട് ജനിച്ചതിന് ശേഷം ഒരു സ്കാൻ കൂടി എടുത്ത് നോക്കിയിട്ട് അതിനകത്ത് ഇതേപോലെ എന്തെങ്കിലും നീർവീക്കമുണ്ടോ എന്ന് നോക്കിയിട്ടാണ് നമ്മൾ അതിനനുസരിച്ചാണ് നമ്മൾ അടുത്ത ചികിത്സ ചെയ്യുന്നത്. ഇനിയിപ്പം രണ്ട് വൃക്കയിൽ ഇതേപോലെ നമ്മൾ നീർവീക്കം ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ഗർഭപാത്രത്തിനുള്ളിലെ വെള്ളത്തിൻ്റെ അംശം കുറഞ്ഞാലോ ആണ് ബുദ്ധിമുട്ട്. കാരണം പിന്നെ ആ കുട്ടികൾക്ക് ഈ വൃക്കത്തിൽ എന്തെങ്കിലും ഇങ്ങനെ ബാധ ഉണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റും. അല്ലാത്ത കുട്ടികളിൽ ഇപ്പോൾ ജനിച്ചതിന് ശേഷം മൂത്രം നല്ലപോലെ കറക്റ്റായിട്ട് പോകുന്നുണ്ട്, പിന്നെ വൃക്കത്തിൻ്റെ ആ ഒരു നീർവീക്കം കൂടുന്നില്ല എന്നൊരു അവസ്ഥയാണെങ്കിൽ നമുക്ക് ജസ്റ്റ് ഫോളോ അപ്പ് ചെയ്ത് നമ്മൾ ആ ഫോളോ അപ്പ് ചെയ്യുമ്പോഴും ചില കുട്ടികൾക്ക് ജനിച്ചതിന് ശേഷം നീർവീക്കം കാണാം. ചില കുട്ടികൾ ശരിയാവും, ജനിക്കുമ്പോൾ തന്നെ നോർമൽ കിഡ്നി ആയിരിക്കും, അതിനകത്തൊന്നും വീക്കമൊന്നും കാണത്തില്ല. പക്ഷേ ജനിച്ചതിന് ശേഷം ഇതേപോലെ നീർവീക്കം ഉണ്ടെങ്കിൽ അത് നമ്മൾ അതിൻ്റെ അളവ് മെഷർ ചെയ്തിട്ട് പിന്നെ ആ കിഡ്നിയുടെ ഗ്രോത്ത് അത് നമ്മൾ നോക്കുന്നത് അതിനകത്തുള്ള ഈ പേശികളുടെ തിക്നെസ്, കിഡ്നിക്കകത്തുള്ള പാരൻകൈമൽ തിക്നെസ് എന്ന് പറയും, അതും അതിൻ്റെ അളവും പിന്നെ അതേപോലെ ഈ വീക്കത്തിൻ്റെ അളവും കൂടി നോക്കിയിട്ട് അതിനകത്ത് ഈ കൂടുന്നുണ്ടോ കുറയുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് ഫോളോ അപ്പ് ചെയ്തിട്ട് ചില കുട്ടികൾ മാത്രം അവിടെ ഒരു തടസ്സമുണ്ടെങ്കിൽ ഇപ്പോൾ വൃക്കയിൽ നിന്ന് താഴോട്ട് മൂത്രസഞ്ചിയിലോട്ട് പോകുന്ന അവിടെ എവിടെയെങ്കിലും തടസ്സമുണ്ടെങ്കിൽ
ആ ഒരു കണ്ടീഷൻ മാത്രം സർജറിയുടെ ആവശ്യം വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനത്തെ കുട്ടികളിൽ അൾട്രാസൗണ്ടിൽ ഇതേപോലെ ഈ വീക്കം കൂടി വരും, പിന്നെ വൃക്കയുടെ ഗ്രോത്തും കുറഞ്ഞു വരും. അപ്പോൾ അങ്ങനത്തെ കുട്ടികളിൽ പിന്നെ നമ്മൾ വേറെ ടെസ്റ്റ് ചെയ്യും, ഒരു ന്യൂക്ലിയർ സ്കാൻ എന്ന് പറയും, DTPS സ്കാൻ. അത് ചെയ്തിട്ട് വൃക്കകളുടെ പ്രവർത്തനം അറിയാൻ പറ്റും, എത്രത്തോളം അത് പ്രവർത്തിക്കുന്നുണ്ടോ, അതിന് എന്തെങ്കിലും പ്രവർത്തനം എന്തെങ്കിലും ബാധിപ്പുണ്ടോ അത് നോക്കിയിട്ട് അതിനകത്ത് എന്തെങ്കിലും ഇങ്ങനെ പ്രവർത്തനം കുറവാണെങ്കിൽ പിന്നെ ആ കണ്ടീഷനിൽ സർജറിയുടെ ആവശ്യം വരാൻ ചാൻസ് ഉണ്ട്. അല്ലാത്ത കുട്ടികളിൽ ഇത് തന്നെ ശരിയാവും. അതേപോലെയാണ് നമ്മൾ ഈ പിത്തസഞ്ചിയിലെ കല്ല് എന്നൊക്കെ പറയും, ഇത് കുട്ടികളിലും വരാറുണ്ട് ഇങ്ങനെ ഒരു പ്രശ്നം. അപ്പോൾ പിത്തസഞ്ചിയിലെ കല്ല് സാധാരണ ഈ മുതിർന്ന ആൾക്കാരിലാണ് കാണുന്നത്. പക്ഷെ കുട്ടികളിലും ചില സാഹചര്യങ്ങളിൽ ഇത് കാണാൻ സാധ്യതയുണ്ട്. ഒന്നെന്ന് പറയുമ്പം രക്തത്തിലെ എന്തെങ്കിലും രോഗങ്ങളുണ്ടെങ്കിൽ, അപ്പോൾ രക്തത്തിൽ എന്തെങ്കിലും രോഗം ഉണ്ടാകുമ്പം രക്തം ജസ്റ്റ് അവിടെ രക്തത്തിനെ കറലാണ് എല്ലാം നശിച്ച് അതിൻ്റെ ഇതൊക്കെ വരുന്നത്. അപ്പോൾ രക്തത്തിലെ രോഗങ്ങളുണ്ടെങ്കിൽ അവിടെ കൂടുതലും പിത്തം അങ്ങനെ അതിൻ്റെ ഒരു പ്രൊഡ്യൂസ് ആകുമ്പം അത് കുറച്ചുകൂടി കല്ലായിട്ട് ആവാനുള്ള ചാൻസ് ഉണ്ട്. അതാണ് ഒരു കാരണം. പിന്നെ വേറൊരു കാരണം എന്ന് പറയുമ്പോൾ ഏതെങ്കിലും രോഗത്തിനാൽ കുട്ടികൾ ഒരുപാട് സമയം ഇങ്ങനെ ഫാസ്റ്റിംഗ് ചെയ്ത് ഇരിക്കുകയാണെങ്കിൽ ആ ഒരു സാഹചര്യങ്ങളിൽ ഇതേപോലെ കല്ല് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ പിത്തസഞ്ചിയിൽ കല്ല് വരാണെങ്കിൽ ചില കുട്ടികൾക്ക് എന്തായാലും ആ വേദന വരും, വയറുവേദന വരും. അപ്പോൾ നമ്മൾ സ്കാൻ ചെയ്യുമ്പോഴായിരിക്കും അറിയുന്നത് ഇതേപോലെ കല്ലുണ്ടെന്ന്. പക്ഷേ ചില കുട്ടികളുടെ വേദന വരിക്കില്ല, അതിനു മുമ്പ് വേറെ എന്തെങ്കിലും കാരണത്താൽ സ്കാൻ ചെയ്യുമ്പോഴായിരിക്കും കണ്ടെടുക്കുന്നത് ഇതേപോലെ കല്ലുണ്ടെന്ന്. പക്ഷേ ഈ കല്ലുള്ളപ്പം അതിൻ്റെ ഒരു ശസ്ത്രക്രിയ എന്ന് പറയുന്നത് ആ പിത്തസഞ്ചി എടുത്ത് കളയാവുന്നതാണ്. ആ കല്ല് മാത്രം നമുക്ക് എടുക്കാൻ പറ്റത്തില്ല, സഞ്ചി തന്നെ ഫുള്ള് എടുത്ത് കളയേണ്ടി വരും. പക്ഷേ അല്ലെങ്കിൽ ആ കല്ല് താഴോട്ട് ഈ പിത്തത്തിൻ്റെ നാളിയിലോട്ട് മൈഗ്രേറ്റ് ചെയ്തിട്ട് അവിടെ ഒരു തടസ്സം ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ പാങ്ക്രിയാസിനെ ബാധിച്ചിട്ട് ഒരു പാങ്ക്രിയാറ്റൈറ്റിസ്, അതായത് ആ പാങ്ക്രിയാസിലെ ഒരു അനുബന്ധം, അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഇത് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അങ്ങനത്തെ ഒരു കണ്ടീഷൻ ആകുമ്പോൾ പെട്ടെന്ന് ഒരു എമർജൻസി ഒരു എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് ആവശ്യം വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അത് ആ കുട്ടികൾക്ക് ഇതേപോലെ എന്തെങ്കിലും പിത്തസഞ്ചിയിൽ കല്ല് കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ അതിൻ്റെ ശസ്ത്രക്രിയ ചെയ്യാറുണ്ട്. അപ്പോൾ കുട്ടികളെ എപ്പോഴാണ് ഒരു പീഡിയാട്രിക് സർജനെ കാണിക്കേണ്ടത് എന്നുള്ളതായിരുന്നു നമ്മുടെ ഇന്നത്തെ വിഷയം എന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സർജറിയുമായി ബന്ധപ്പെട്ട് കേട്ടു. വളരെ സന്തോഷമുണ്ട് ഡോക്ടർ. അപ്പോൾ ഇത്രയും നേരം നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് ട്രാവൻകൂർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ്റ് പീഡിയാട്രിക് സർജൻ ആൻഡ് പീഡിയാട്രിക് യൂറോളജി ഡോക്ടർ നെല്ലൈ കൃഷ്ണാസ് ആയിരുന്നു. ഡോക്ടറിന് കമ്മ്യൂണിറ്റി റേഡിയോ വെൻസിൻ്റെ പേരിൽ നന്ദി പറയുന്നു. താങ്ക് യു. അപ്പോൾ ഇന്നത്തെ ഡോക്ടറോട് ചോദിക്കാൻ പരിപാടി ഇവിടെ പൂർണ്ണമാവുന്നു. നന്ദി.